ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാത സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ വചനദീപ്തിയുടെ സാക്ഷ്യ കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നു. അനുഗ്രഹീതനായ ഒരു കർത്തദാസനെ ഇന്ന് പകൽക്കാലം തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവ് നമുക്ക് നൽകി തരുവാനിടയായി. കർത്തദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ അനിൽ CK നമ്മോടൊത്ത് ഇന്ന് പകൽക്കാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ ഇന്ന് വളരെ തിരക്കേറിയ വേലകളുടെ നടുവിലാകുന്നുവെങ്കിലും തന്റെ സമയങ്ങൾ വേർതിരിച്ച് നമ്മോടൊപ്പം കടന്നു വരുവാൻ തക്കവണ്ണം മനസ്സ് കാണിച്ചതിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. പ്രത്യേകാൽ ഇന്ന് പകൽക്കാലത്തിങ്കിൽ കർത്തദാസന്റെ അനുഗ്രഹീതമായ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം ആഗ്രഹത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ സൂം പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ മറ്റ് മീഡിയകളിലും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെയും ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അനുഗ്രഹീതമായ ഈ സാക്ഷ്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായി മാറിയെങ്കിൽ ഷെയർ ചെയ്തു കൊടുക്കുവാൻ മറന്നു പോകരുതേ എന്നും ദൈവനാമത്തിൽ ആദ്യമേ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന വിധങ്ങളെ കുറിച്ച് നാം സാക്ഷിക്കുമ്പോൾ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുമെന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ അനുനിമിഷങ്ങളിൽ കർത്താവ് നടത്തുന്ന വിധങ്ങളെ, അവൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങളെ നാം വർണ്ണിപ്പാൻ മറന്നു പോകാതിരിക്കേണ്ടതിന് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങളെ നാം സാക്ഷിക്കുമ്പോൾ അതെ, ഇന്ന് പകൽക്കാലം സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. മാത്രമല്ല, നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുവീൻ. ഹല്ലേലൂയ. നമ്മുടെ സാക്ഷ്യം ഇന്ന് അനേകർക്കൊരു വിടുതലായി മാറണം. ആകയാൽ കർത്തദാസനെ ഇന്ന് പകൽക്കാലം വളരെ വിനയത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങളുടെ നടുവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ കർത്തദാസിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്തദാസിനെ ഞങ്ങളുടെ നടുവിൽ കൊണ്ടുവന്നുവല്ലോ. കർത്താവെ, തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ, വിളിച്ചു വേർതിരിച്ച വിധങ്ങളെ കർത്താവെ വർണ്ണിക്കുമ്പോൾ കർത്താവെ ഇവിടുത്തെ നാമം ചെയ്യമെടുക്കണമേ. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ ഹൃദയങ്ങൾക്കും കർത്താവ് സന്തോഷം പകരണമേ. ആരെങ്കിലും ഭാരത്തിന്റെയോ നിരാശയുടെയോ നടുവീർപ്പിന്റെയോ നടുവിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തന്റെ അഭിഷിക്തനെ അതിനായി കർത്താവ് ഒരുക്കിയതിനായി സ്തോത്രം. ഈ സാക്ഷ്യം കർത്താവെ അനേകായിരങ്ങൾക്ക് ഒരു ആശ്വാസമായി തീരുവാൻ, ഒരു വിടുതലായി തീരുവാൻ, രക്ഷയെങ്കിലേക്ക് നയിക്കപ്പെടുന്നതായി തീരുവാൻ, സുവിശേഷീകരണത്തിന് മുൻതൂക്കം കൊടുക്കുന്നതായി തീരുവാൻ സ്വർഗമിടയാക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസനെ ഞാൻ ക്ഷണിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് പറയട്ടെ. ഈ വചനദീപ്തിയുടെ പ്രേക്ഷകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഓരോ ദൈവമക്കളുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ട് എനിക്ക് ഫോൺ കോളുകൾ വരാറുണ്ട്. മിനിഞ്ഞാന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു നല്ലൊരു യൗവനക്കാരൻ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത്രമാത്രം അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ തന്നെ എന്റെ വചന സ്റ്റഡി അദ്ദേഹം തുടർമാനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം നൽകുവാൻ തക്കവണ്ണം ഇടയായി. ഒരാൾ മാത്രമല്ല, ധാരാളം ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സാക്ഷ്യം പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അകത്തേക്ക് കടന്നു വരാം. നിങ്ങൾ കമന്റുകളിലായി നിങ്ങളുടെ നമ്പറുകൾ ആഡ് ചെയ്താൽ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തന്നെ കർത്തദാസിനെ നമ്മൾ ഇന്ന് പകൽക്കാലം എനിക്ക് അധികമായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സമയം കളയുന്നില്ല. കർത്തദാസൻ തന്നെ താൻ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും തന്റെ ഭവനത്തിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ട് എന്നും തന്റെ ബാല്യകാലത്തിലെ നല്ല സ്മരണകൾ ഓർത്ത് എടുത്തുകൊണ്ട് ബാക്കി തന്റെ ജീവിതത്തിൽ കർത്താവ് നടത്തിയതായ വിധങ്ങളെ കുറിച്ചൊക്കെ ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് സാക്ഷിക്കുവാൻ സമയമുണ്ട്. കർത്താവിന്റെ ദാസന് സാക്ഷ്യങ്ങൾ തുടരാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷമുണ്ട്. ഈ വചനദീപ്തി സാക്ഷ്യകൂടാരത്തിൽ ഇപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നൽകുവാനായിട്ട് സർവകൃപാലുവാകുന്ന നമ്മുടെ കർത്താവ് ഒരുക്കിയ ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയും സ്നേഹത്തെയും കർത്താവിന്റെ
എല്ലാ കരുതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വചനദീപ്തി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചാനലാണ്. അതിലെ സാക്ഷ്യകൂടാരത്തിൽ പ്രസന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സാക്ഷ്യകൂടാരത്തിൽ സാക്ഷ്യവുമായി കടന്നു വരുന്ന കർത്തദാസന്മാരുടെ, ദാസിമാരുടെ, ദൈവമക്കളുടെ സാക്ഷ്യങ്ങൾ അത് വളരെ വിലപ്പെട്ടതാണ്. അതിൻ്റെ വളരെ ക്രിസ്തീയ ജീവിതത്തിനും മറ്റ് ലോകപരമായ ജീവിതത്തിൽ ഒരു വ്യക്തിയെ കർത്താവിലേക്ക് നയിക്കുവാനായിട്ടുള്ള വളരെ ബലം നൽകുന്ന, ശക്തി നൽകുന്ന, പ്രചോദനം നൽകുന്ന സാക്ഷ്യങ്ങൾ എനിക്ക് ദിനം പ്രതി അയച്ചു തരുവാനായിട്ടും ദൈവം ഉപയോഗിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസിയാണ് ട്രേസ ആന്റി എന്ന് പറയുന്ന ഞങ്ങളുടെ ട്രേസ ആന്റി. ആ ആന്റി മുഖാന്തരമാണ് എനിക്ക് ഈ വചനദീപ്തിയിലേക്ക് ഇങ്ങനെ ഒരു ദൈവികമായ ഒരു ഒരു ഗൈഡൻസ് കർത്താവ് നൽകുവാനിടയായി തീർന്നു. ഇതിന്റെ നേതൃത്വം നൽകുന്ന കർത്താവിൽ വളരെ സമർപ്പണത്തോടും പ്രാർത്ഥനയോടും ഇതിന് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ദാസി ബീന അവരുകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ദൈവത്താൽ ഒരുക്കപ്പെട്ടതിനാൽ ദൈവദാസിയോടും ഇതിന്റെ മറ്റ് ചാനലിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും കർത്താവിൽ അറിയിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. എൻ്റെ സ്വദേശം അടിമാലിയാണ്. എങ്കിൽ ട്രിവാൻഡ്രത്തെ ഏകദേശം 9 വർഷത്തോളം ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട സഹധർമ്മിണിയെ കർത്താവ് പഞ്ചാബിൽ നിന്ന് നൽകാൻ വഴി തീർന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ വിശ്വസ്തതയാൽ കർത്താവ് 2 പെൺകുട്ടികളെയാണ് എനിക്ക് മക്കളായി കർത്താവ് ദാനമായി നൽകിയിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട 2 കുട്ടികൾ. ഒരാള് 8th സ്റ്റാൻഡേർഡില് എക്സിബ സി അനിൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ മോള് ഹോസന്ന സി അനിൽ LKG-യിലാണ്. വൈഫ് ആനി സി അനിൽ. ഞങ്ങൾ കർത്താവിന്റെ അനുഗ്രഹമായ ശുശ്രൂഷയിൽ തിരുവനന്തപുരത്തായിരിക്കുന്നു. ഞങ്ങള് കേൾക്കുന്ന, അല്ലെങ്കിൽ ഈ വചനദീപ്തിയിലൂടെ ഈ സാക്ഷ്യത്തെ ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള വന്ദനത്തെയും സ്നേഹത്തെയും കൈമാറുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെയാണ് ഞാൻ ഈ വചനദീപ്തിയുടെ ഈ സാക്ഷ്യ കൂടാരത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. കാരണം മനുഷ്യനായി പിറന്ന് ഈ ഭൂമിയിൽ എനിക്ക് ലഭിച്ച ജീവിതത്തെ ഏറ്റവും കൂടുതൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ നിത്യരക്ഷയെ കണ്ടെത്തി, യേശുവിനെ കണ്ടെത്തി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള, ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും ശ്രേഷ്ഠമായതും ഒന്നാണ് കർത്താവ് യേശുവിനെ എനിക്ക് രക്ഷിതാവും ദൈവമായിട്ട് സ്വീകരിപ്പാൻ ഇടയായി തീർന്നത്. മറ്റ് ഈ ലോകത്തിലെ ഏതിനേക്കാൾ വിലമതിക്കുന്നതാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ രാജ്യം, കർത്താവിന്റെ രക്ഷ, കർത്താവിന്റെ നിത്യസ്നേഹം. ആ സ്നേഹത്തിൽ പ്രവേശിപ്പാൻ ദൈവത്തിന് എനിക്ക് എന്നോടും എൻ്റെ കുടുംബത്തോടും കൃപ കാണിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ദൈവത്തിന് സകലവിധ മാനവും മഹത്വവും പ്രാരംഭത്തിൽ തന്നെ ഞാൻ അർപ്പിക്കുകയാണ്. അടിമാലി ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലുള്ള ഇടുക്കി ജില്ലയിലെ അടിമാലി എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ഗ്രാമപ്രദേശത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടുവാനായിട്ട് കർത്താവ് ഇടയാക്കി തീർത്തത്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 2 കുട്ടികളാണ്, 2 മക്കൾ. എനിക്കൊരു മൂത്ത സഹോദരനുണ്ട്. ഞാൻ 1998 വരെ ലോകപരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അല്പസ്വല്പം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അല്പം മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത എനിക്കുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരർത്ഥത്തിൽ ഞാൻ അതൊരു മുഖമൂടിയായിട്ടാണെന്ന് വെച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ള ജനങ്ങളുടെ മധ്യത്തിൽ മാന്യൻ എന്ന രീതിയിൽ പ്രദർശിപ്പിക്കുകയും, രഹസ്യ ജീവിതത്തിൽ എനിക്ക് ഇപ്രകാരമുള്ള ഒരു പാപജീവിതം ഉണ്ടായിരുന്നു. അത് എന്നെ ജീവിതത്തിൽ ഒത്തിരി തകർത്ത് കളയുവാനിടയായി തീർന്നു. എൻ്റെ നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. എൻ്റെ കുടുംബത്തിലെ എൻ്റെ മാതാപിതാക്കളുടെ സങ്കല്പമായിട്ടുള്ള പ്രാർത്ഥനയുടെ ആകാശ കൊട്ടാരങ്ങളെ തകർക്കുവാനിടയായി തീർന്നു. എൻ്റെ ആരോഗ്യം തകർക്കുവാനിടയായി തീർന്നു. എൻ്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന മാന്യത തകർക്കുവാനിടയായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ
അതിപ്രധാനമായിട്ട് ഞാൻ പ്രയത്നിച്ചു കൊണ്ടിരുന്ന സമാധാനം എന്ന് പറയുന്നത് എനിക്ക് ഇല്ലാതായി തീർന്നു. ഇങ്ങനെ കണ്ടിന്യൂഷൻ നിരവധി കാര്യങ്ങൾ എനിക്ക് ഈ പുകവലിയിലൂടെയും മദ്യപാനത്തിലൂടെയും ഇടയായി. എന്നാൽ എൻ്റെ മാതാവ് ആദ്യമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനുള്ള കാരണം ആത്മഹത്യ ചെയ്യുവാനായിട്ട് തീരുമാനമെടുത്തു. ഭവനത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ഒരു ജീവിക്കാൻ ഒരു പ്രത്യാശയുമില്ലാതെ ഇരുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു രണ്ട് സുവിശേഷ പ്രവർത്തകരെ, ഭാര്യയും ഭർത്താവിനെ എന്റെ ഭവനത്തിലേക്ക് അയച്ചിട്ട് എന്റെ മാതാവിനോട് പറയുവാനിടയെ തീർന്നു, കർത്താവായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അന്ന് എന്റെ മാതാവ് ആത്മഹത്യ ചെയ്യുവാനായിട്ട് തീരുമാനമെടുത്തിരുന്നു. ഈ വചനത്തിന്റെ സത്യം എന്റെ മാതാവിന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചപ്പോൾ മാതാവ് പൊട്ടിക്കരയുവാൻ ഇടയെ തീർന്നു. അവര് പുതിയ നിയമം, ഒരു നീല കളറുള്ള ബൈൻഡിങ് ഉള്ള ഒരു പുതിയ നിയമം എന്റെ മാതാവിന്റെ കരത്തിൽ കൊടുത്തിട്ട് അവര് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൽ ഉൾക്കൊള്ളണം, സ്വീകരിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. ആ വചനം ഇപ്രകാരമാണ്. നമ്മൾക്കെല്ലാം സുഭിക്ഷിതമായ നമുക്കെല്ലാം പ്രശസ്തമായിരിക്കുന്ന ഓർമ്മയുള്ള വചനമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്നെ കേൾക്കുന്ന അന്യപ്രേക്ഷകരെ, ആ സമയത്ത് എൻ്റെ മാതാവിന് ഒരു വലിയ രക്ഷയായിരുന്നു ആവശ്യം. ഒരു സമാധാനം, ജീവിക്കുവാനുള്ള ഒരു പ്രത്യാശയായിരുന്നു. ആ വചനം എൻ്റെ മാതാവിനോട് വ്യാഖ്യാനിച്ചു കൊടുത്തത് ഇപ്രകാരമാണ്: കർത്താവായ യേശു ക്രിസ്തുവിൽ നീ ഒരാൾ വിശ്വസിച്ചാൽ നിന്റെ വിശ്വാസം കൊണ്ട് നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അല്പം വിദ്യാഭ്യാസം കുറവുള്ള എൻ്റെ മാതാവിന്റെ ഹൃദയത്തില് പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ചു കൊടുത്ത തിരുവെഴുത്തുകൾ അപ്രകാരമാണ്: കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ നിന്റെ വിശ്വാസം കൊണ്ട് നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരാകുന്ന നിങ്ങളോട് എൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം, എൻ്റെ ഭവനത്തിന്റെ അടിസ്ഥാനം പണിത തിരുവെഴുത്തുകളെ ഞാൻ ഇപ്പോൾ പ്രാർത്ഥനാപൂർവം കൈമാറുന്നത്, നിങ്ങൾ ഏത് പ്രതികൂലത്തിൽ കൂടെ, പ്രതിസന്ധികൾ കൂടെ കടന്നുപോയാലും, ഏത് വേദനയിലൂടെ കടന്നുപോയി കഴിഞ്ഞാലും തിരുവെഴുത്തുകള് അതിന് ശക്തിയുള്ളതാണ്. അതിന് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ അതിൽ ആശ്രയിക്കുന്നതിന്റെ വ്യക്തമായിട്ടുള്ള മാറ്റം വരുത്തുവാൻ ഈ ലോകത്തിൽ കരുത്തുള്ള ഒന്നാണ് വിശുദ്ധ തിരുവെഴുത്തുകള്, ദൈവത്തിന്റെ വചനം. ആ വചനം ഇന്നും ജീവനുള്ളതായതുകൊണ്ട് എൻ്റെ മാതാവ് അതിൽ വിശ്വസിക്കുകയും അവർ പറഞ്ഞു കൊടുത്തതുപോലെ പ്രാർത്ഥിക്കുവാനായിട്ട്, അങ്ങനെ എൻ്റെ മാതാവിന് ജീവിക്കുവാനായിട്ടുള്ള പ്രത്യാശ ദൈവം പകർന്നു. എൻ്റെ ഭവനത്തിന് അല്പസ്വല്പം സമാധാനം കിടന്നു വന്നു. എങ്കിലും ഞാൻ ഈ പാപവഴികളൊന്നും ഉപേക്ഷിക്കുവാനിടയായി തീർന്നില്ല. ഒരു ദിവസം എൻ്റെ ജീവിതത്തില് ചില മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഭവനത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച സമയത്ത് അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന 4-ാമത്തെ ദിവസം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ TS മാത്യു എന്ന് പറയുന്ന പേരുള്ള, TS ബാലനല്ല, TS മാത്യു എന്ന് പേരുള്ള കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് പറഞ്ഞു, നിന്നെ ഞാൻ എന്റെ ഭവനത്തിലെ ആരും കാണാത്തൊരു മുറിയിൽ പ്രവേശിച്ചപ്പോഴാണ് ഈ പുറത്തിരുന്ന പ്രാർത്ഥനയിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന ശബ്ദങ്ങൾ എനിക്ക് കേൾക്കുവാനിടയായി തീർന്നു. നിന്നെ ഞാൻ മരണത്തിൽ നിന്ന് പിടിച്ച് വേർതിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന, നിന്റെ മേൽ എന്റെ ദൃഷ്ടിയുണ്ട്, നിന്റെ മേൽ എന്റെ പദ്ധതിയുണ്ട്, നിന്നെ ഞാൻ വലുതാക്കും, നിന്നെ ഞാൻ ഒരുക്കിയെടുക്കും, നിനക്ക് ഞാൻ മാറ്റം വരുത്തും, നിനക്ക് ഞാൻ സമാധാനം നൽകും എന്നുള്ള വചനം അദ്ദേഹം പ്രസംഗിക്കുന്നു. അത് അവർക്കറിഞ്ഞുകൂടായിരുന്നു. ഞാനിത് മറ്റൊരു ഭാഗത്തിരുന്നത് കേൾക്കുന്നുണ്ട് എന്നുള്ള ഭാഗം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. എനിക്കൊരു എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വഴക്കുണ്ടാക്കുവാൻ, എന്റെ ഭവനത്തിൽ നിന്ന് അല്പം പണം എടുത്തുകൊണ്ടുപോയി വഴക്കുണ്ടാക്കുവാനായിട്ട് തീരുമാനമെടുത്താണ് ഞാൻ ആ മുറിക്കകത്ത് പ്രവേശിച്ചത്. ആ സമയത്താണ് എന്നോട് ഈ വചനം സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നലുണ്ടായി. എന്തോ ഒരു ശക്തി എന്റെ ഹൃദയത്തിനകത്ത് പ്രവേശിക്കുന്നത് പോലെ എനിക്ക് തോന്നലുണ്ടായി. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ഈ ശക്തി എന്നെ അട്രാക്ട് ചെയ്തു. ഞാൻ ആ മീറ്റിങ്ങിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ മീറ്റിങ്ങിന്റെ ഏതോ ഒരു ഭാഗത്ത് കർത്താവിന്റെ ദാസൻ എന്റെ തലയിൽ കൈവച്ച്, ഇപ്പോഴെനിക്കത് മനസ്സിലാകുന്നു, അന്യഭാഷകൾ പറഞ്ഞ് ചില പ്രവചന വചനങ്ങൾ എന്നോട് അറിയിക്കേണ്ടത് തീർന്നു. നിനക്ക് 3 മാസത്തിനുള്ളിൽ ഒരു അപകടം ഉണ്ടാകും, ആ സമയത്ത് ഒരാൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും, നീ നാട് വിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും,
നിനക്ക് ജീവിതത്തിൽ നിരവധി കഷ്ടത ഉണ്ടാകും. പിന്നീട് നീ സ്വഭവനത്തിൽ മടങ്ങി വരുമ്പോൾ നിന്നിൽ യേശു ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, ഞാൻ എന്റെ ജീവിതത്തിലെ ചിന്തിച്ചത് ഇപ്രകാരമാണ്. എന്റെ ഹൃദയത്തിൽ അന്ന് ആ സമയത്ത് ഒരുപാട് ഇതെല്ലാം ഈ പ്രിയപ്പെട്ട പാവങ്ങളുടെ അടുക്ക് നടക്കും, എന്റെ അടുക്കൽ ഇത് സംഭവിക്കത്തില്ല, നടക്കത്തില്ല എന്നൊരു അഹങ്കാരത്തോടു കൂടിയായിരുന്നു ഞാൻ ആ വാക്കുകള് സ്വീകരിക്കുവാൻ ഇടയായിത്തീർന്നത്. ഞാൻ അതിന് അത്ര വില കൊടുക്കുവാൻ ഇടയായിത്തീർന്നില്ല. അത് ഞാൻ സ്വീകരിച്ചില്ല. ഹൃദയത്തിൽ കേട്ടു, എങ്കിലും ഞാൻ അത് തള്ളിക്കളയാൻ ഇടയായിത്തീർന്നു. മീറ്റിങ്ങിന്റെ പകുതിയായപ്പോൾ തന്നെ ഞാൻ പുറത്തുപോയി. ഞാൻ ആ ഭാഗത്ത് ഞാൻ പുറത്തു പോകാൻ ഇടയായിത്തീർന്നു. പിന്നീട് ഞാൻ വഴക്കുണ്ടാക്കുവാൻ പോകുന്ന സ്ഥലത്ത് എനിക്ക് അതിൽ നിന്ന് പിന്മാറുവാനായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടായി. അതിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു മാറ്റം വന്നു. പിന്നെയും ജീവിതങ്ങള് ഞാൻ പാപ വഴിയിലൂടെ തന്നെ ജീവിതങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ചില മാസങ്ങൾ കഴിഞ്ഞ്, അതായത് 1997 ജൂൺ മാസം 4-ാം തീയതി അടിമാലിക്ക് അടുത്തുള്ള പൊന്മുടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എന്റെ വാഹനം മറയുവാനും, അവിടെ അത് ജീപ്പായിരുന്നു, അത് മറയുവാനും ഒരാള് മരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം എന്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം എന്റെ ഈ തലയില് ഒക്കെ ഒത്തിരി മുറിവുകൾ ഉണ്ടായി, നട്ടലിന് മുറിവുകൾ ഉണ്ടായി. എനിക്ക് വളരെയധികം ശാരീരികമായിട്ടുള്ള ഡാമേജസ്, ഒത്തിരി പ്രോബ്ലംസ് എന്റെ ജീവിതത്തിൽ ഉണ്ടായി. കോലഞ്ചേരി മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള കോലഞ്ചേരി മിഷൻ ഹോസ്പിറ്റലിലെ ചില ആഴ്ചകളോളം ഞാൻ അവിടെ കിടക്കേണ്ടതായിട്ട് വന്നു. അവസാനമാകെ കോലഞ്ചേരി മിഷൻ ഹോസ്പിറ്റലില് പറഞ്ഞു, ഭവനത്തിൽ പോയി റെസ്റ്റ് എടുക്കുക, അദ്ദേഹത്തിന്റെ സ്പൈനൽ കോഡിനുള്ള പ്രോബ്ലമാണ്, ഇത് ഏറ്റവും അവസാനമാണ് സർജറി ചെയ്യാൻ നടക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്ന് ഫൈനൽ വേർഡ് പറയുന്നുണ്ട്. ഞാൻ എന്റെ ഭവനത്തിൽ വന്നു. ഒരു മുറിക്കകത്ത് മാത്രം ഞാൻ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്റെ ഇടത് കാല് അതിന്റെ സ്വാധീനം ഓൾമോസ്റ്റ് 85% ഇല്ലാതായി തീർന്നു. ഇനി ജീവിക്കുമോ മരിക്കുമോ എന്നുള്ള ബോധ്യം. എന്റെ വിരലുകൾ മാത്രം ചലിക്കും. അങ്ങനെയുള്ള ചില മാസങ്ങളോളം ഞാൻ എന്റെ ഭവനത്തിൽ നിരവധി പേര് എന്നെ കാണുവാൻ ഇടയായിരുന്നു. ഞാനൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചു. എന്നാൽ അവര് ഞാൻ ഭവനത്തിലെത്തിയപ്പോൾ ആദ്യത്തെ ചില നാളുകൾ എന്നെ വന്ന് കാണുകയും അതിനുശേഷം അവരുടേതായിട്ട് ജീവിതം നയിക്കുവാനായി തോന്നി. എന്നാൽ ഞാൻ വെറുത്തിരുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ തള്ളിക്കളഞ്ഞ, ഇതെല്ലാം ഒരു ടെക്നിക്കാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഈ പെന്തോക്കോസുകാര്, ഈ കർത്താവിന്റെ മക്കൾ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവര് ദിനംപ്രതി ഒന്നായി ഒരു ചർച്ചിൽ നിന്ന് വേറൊരു ചർച്ചിൽ നിന്ന്, ഒരു ചർച്ചിൽ നിന്ന് വേറൊരു ചർച്ചിൽ നിന്ന് അവരിങ്ങനെ നിരമ്പ്രതി എന്റെ ഭവനത്തിൽ വരികയും അവര് ഒത്തിരി പ്രാർത്ഥിക്കാതെ തീർന്നു. ഒത്തിരി അവരുടെ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ആത്മാർത്ഥത ഞാൻ എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന പ്രിയപ്പെട്ടവരാണ്. എന്റെ ജീവിതത്തിലെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് വളരെ തുറന്ന് സംസാരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവര് പ്രാർത്ഥിക്കുമ്പോഴൊന്നും എനിക്ക് ഇതിനോടൊന്നും യോജിക്കുവാനായിട്ട് കഴിയാത്ത സാഹചര്യം. ഞാന് എന്നില് എന്റെ മറ്റുള്ള സ്നേഹിതര് അല്ലെങ്കിൽ ലോകപരമായിട്ടുള്ള സ്നേഹിതരെ കാണുവാൻ വരുമ്പോൾ അവര് മുറി അടച്ചു നിന്നിട്ട് അവരെനിക്ക് പുക വലിക്കുവാനായിട്ട് ഒരു സിഗരറ്റ് തരികയും അത് വലിക്കുകയും അതിൽ ആശ്വാസം കണ്ടെത്തുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. എന്നിട്ടും ഞാൻ പാപത്തെ ഉപേക്ഷിക്കുവാനായിട്ട് എന്റെ ജീവിതത്തിലെ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ അഡ്വക്കേറ്റ്, ഞാൻ പതുക്കെ നടക്കുവാൻ തുടങ്ങുന്ന സമയത്ത്, പിടിച്ച് നടക്കുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഈ പ്രാർത്ഥനയുടെ ശക്തി എന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുന്നത് ഞാൻ ആ സമയങ്ങളിൽ അറിയുവാനിടയായി തീർന്നില്ല. മറിച്ച് നിരന്തരമുള്ള പ്രാർത്ഥനയുടെ ശക്തി എന്റെ ജീവിതത്തിന് മാറ്റം വരുത്തി. ഞാൻ വ്യക്തമായിട്ട് താങ്കളോട് അറിയിക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അതിൽ പവറുണ്ട്. അതിന് രൂപാന്തരം വരുത്തും എന്നുള്ളതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. എന്റെ ജീവിതമാണ് ദൃക്സാക്ഷി, എന്റെ അനുഭവമാണ് ദൃക്സാക്ഷി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ എന്റെ കാലുകൾക്കെല്ലാം ബലം നൽകുവാനായിട്ട് ദൈവത്തിന് കൃപ തോന്നി. ഞാൻ നടക്കുവാനും പിന്നീട് സാധാരണ ജീവിതത്തിലേക്ക് പതുക്കെ എൻട്രി ചെയ്യുന്ന സമയത്ത് എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു, അഡ്വക്കേറ്റ് കെ റേഞ്ച് എന്ന് പറയുന്ന ബഹുമാനായ ഒരു അഡ്വക്കേറ്റാണ് അടിമാലിയിൽ പ്രവർത്തിക്കുന്ന ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, നാട് വിട്ടു പൊക്കോ, നിന്റെ കേസിന്റെ കാര്യങ്ങൾക്ക് ക്രമീകരണമാകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ നിന്നെ മടക്കി വരുത്താമെന്ന് പറഞ്ഞ ഞാൻ അങ്ങനെ നാട് വിട്ടു. എനിക്ക് എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി.
ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഹോട്ടലുകളിൽ, ഞാനതൊന്ന് പൗസ് ചെയ്ത് പറയുന്നതിന്റെ കാരണം ഞാൻ അനുഭവിച്ച സത്യമാണ്. ഈ ഹോട്ടലിൽ നിന്ന് കളയുന്ന ഭക്ഷണം എടുത്ത് കഴിച്ചാൽ നന്നായിരിക്കുമല്ലോ, എന്റെ വിശപ്പടങ്ങുമല്ലോ എന്ന് തോന്നി. എന്നിട്ടും അത് എടുക്കാതിരുന്നതിന്റെ കാരണം, ഞാൻ അപ്രകാരം എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഭ്രാന്തൻ എന്ന് മുദ്രകുത്തി ഭ്രാന്താലയത്തിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം ആകുമല്ലോ എന്നെന്റെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് വിശപ്പടക്കുവാനായിട്ട് ഞാൻ അനുഭവിച്ച സത്യം. അതിനുശേഷം എന്നെ കോട്ടയത്തുള്ള എന്റെ പിതാവിന്റെ ഒരു ജ്യേഷ്ഠന്റെ വീട്ടിൽ, ഞങ്ങൾ അല്പം അകന്നിരിക്കുന്ന ഒരു ഭവനമായിരുന്നു. അവിടേക്ക് എന്നെ ഹൃദയത്തിൽ ആകർഷണം ഉണ്ടായി. ഞാൻ അവിടെ കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ അവരെന്നെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും, അതിനുശേഷം ആ പ്രിയപ്പെട്ടവര് ഒരു ബ്രദറൻ സഭയിലെ കൂട്ടായ്മ കൂടുന്ന ജനങ്ങളാണ്. അവരുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ പോകുകയും അവിടുത്തെ വാഹനം ഓടിക്കുവാനായിട്ടെല്ലാം എനിക്ക് ഇടയായി തീർന്നു. ഒരു പാസ്റ്റർ എന്റെ കഷ്ടത അനുഭവം കണ്ടുകൊണ്ട് എന്നെ സ്വീകരിച്ചു. എനിക്ക് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, പ്രിയരെ, എനിക്ക് 3 കേസുകൾ അടിമാലി കോടതികളിൽ, മൂവാറ്റുപുഴ കോടതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള ബോധ്യമുണ്ട്. ഞാൻ എപ്രകാരമുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കേട്ടറിവില് മദ്യപിക്കുകയും പുകവലിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയാം. എങ്കിലും ഞാൻ ഇതൊന്നും ഇല്ലാതിരുന്ന വ്യക്തിയാണെങ്കിൽ പോലും എന്നെ സ്വീകരിക്കാൻ ആരുമില്ല ഉണ്ടാകത്തില്ല. എങ്കിലും എന്നെ സ്നേഹിച്ചത്, എന്നെ തുറന്ന് എന്റെ ചരിത്രത്തെ, എന്റെ അനുഭവത്തെ, എന്റെ പഴയ ഹിസ്റ്ററി എല്ലാം മനസ്സിലാക്കിയിട്ടും എന്നെ ഉള്ളു തുറന്ന് സ്നേഹിച്ച് അവരുടെ വാഹനത്തെ ഏൽപ്പിക്കുവാനായിട്ട് കൃപ തോന്നിയത്, അല്ലെങ്കിൽ ഹൃദയം തോന്നിയത് അവിടുത്തെ ഒരു പാസ്റ്റർക്ക് മാത്രം. ഒരു ദൈവദാസന് അദ്ദേഹത്തിന് മനസ്സിലായി, ഈ പ്രിയപ്പെട്ടവന് പാപം ചെയ്തത് കൊണ്ട് മാത്രം അവന്റെ ജീവിതം ഇല്ലാതാവത്തില്ല, പാപത്തിൽ നിന്ന് വേർതിരിയുന്ന ഒരു ദിവസമുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നല് ഉണ്ടായതുകൊണ്ട് അദ്ദേഹം എന്നെ ഉള്ളു തുറന്ന് അവരുടെ കുടുംബവും സ്നേഹിച്ച് അവരുടെ വാഹനം ഓടിക്കുവാൻ എന്നെ ഏൽപ്പിക്കുന്നത്. എന്നിട്ടും ഞാൻ പാപിയായി തന്നെ അവിടെ ആ വാഹനം കൂടുതൽ പോകുന്നത് മീറ്റിങ്ങുകൾക്കായിരുന്നു. ഈ വാഹനം മീറ്റിങ്ങുകൾക്ക് പോകുമ്പോൾ, അവര് മീറ്റിങ്ങിനകത്ത് പ്രവേശിക്കുമ്പോൾ ഞാൻ പുറത്തുപോയി ഒരു പുകവലിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം വായെല്ലാം വൃത്തിയായിട്ട് കഴുകി അതിനെ മറച്ചു വെച്ചിട്ട് ഞാൻ വീണ്ടും ആ വാഹനത്തിൽ വരും. അവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കും. എനിക്കറിയാം എന്നെ എന്തോ ഒരു ആകർഷണ ശക്തി വലയത്തിനുള്ളിലാണ് ഞാൻ എന്നുള്ള ബോധ്യമുണ്ടെങ്കിലും ഈ പാപത്തെ പൂർണ്ണമായിട്ട് വിട്ടുകളയുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, 98 ജൂൺ മാസം 11-ാം തീയതി രാത്രി എനിക്ക് ലാൻഡ് ഫോണിലേക്ക് ഒരു കോള് വന്നു. എന്റെ കേസിന്റെ ജാമ്യത്തിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്ന മൂവാറ്റുപുഴ കോടതിയിൽ എന്ന് പറയുവാനിടയെ തീർന്നു. അവിടെ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒത്തിരി കരയുവാനായിട്ട് ഒറ്റക്കേകനായിരുന്നു കരയുവാൻ, വളരെയധികം പൊട്ടിക്കരയുവാനിടയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ ഭവനത്തിലുണ്ടായിരുന്ന ബൈബിൾ എടുത്തിട്ട് കണ്ണു തുറന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അന്ന് കണ്ണു തുറന്ന് യേശുവിനോട് ഇങ്ങനെ സംസാരിച്ചു, പറയുവാണ്, യേശുവെ, ഞാൻ രാവിലെ 6 മണി മുതൽ 6 മണി വരെ ഭക്ഷണം കഴിക്കാതിരിക്കാം. എന്റെ പാപത്തെ ക്ഷമിച്ച് എനിക്ക് കേസിൽ നിന്നൊരു ജാമ്യം തന്ന് എനിക്കൊരു സ്വതന്ത്രരാക്കണമേ. അങ്ങനെയെങ്കിൽ യേശുവിനെ ഞാൻ സാക്ഷീകരിച്ചോളാം എന്ന് തീരുമാനമെടുത്തു. ഞാൻ എന്റെ നാവ് കൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ മൂവാറ്റുപുഴയ്ക്ക് കടന്നു പോകേണ്ടി തോന്നി. ഇവിടെയും എനിക്ക് വളരെ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കാനുണ്ടായിരുന്നു, അന്ന് എന്റെ ജീവിതത്തിൽ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന യാതൊരു രീതിയിലെ ഫ്രണ്ട്സും എന്നെ തേടിയെത്തിയില്ല. എന്നെ തേടിയെത്തിയതും എന്റെ ജാമ്യം നിൽക്കുവാനായിട്ട് വന്നതും ഒരു കർത്താവിന്റെ ദാസന്റെ പിതാവും അതുപോലെ തന്നെ ഒരു ദൈവവൈദ്യനുമാണ് എനിക്ക് വേണ്ടി ജാമ്യത്തിന് വേണ്ടി കടന്നു. അവരാണ് എന്നെ കണ്ട് സഹായിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്കൊരു രക്ഷയുണ്ടാകും, എനിക്കൊരു ജീവിതം ഉണ്ടാകുമെന്ന് ദൈവത്തിൽ തോന്നി സഹകരിക്കുവാനിടയായി തീർന്നത്. ഈ കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ആഫ്റ്റർനൂൺ സമയത്ത് അഡ്വക്കേറ്റ് പറഞ്ഞു, ഒരു 10 days ചിലപ്പോൾ ജയിലിൽ പോകും. അതുകൊണ്ട് എന്റെ വാഹനത്തിന് കേസുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഒരല്പം ഫൈനാൻസ് ഈ വാഹനത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 തരം കേസുകളായിരുന്നു. അതുകൊണ്ട് കോടതി ജാമ്യത്തിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, റിമാൻഡിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഉപദ്രവിക്കുവാനായിട്ട് കുറച്ചുപേര് കോടതിക്ക് പുറത്തുണ്ട്. അതുപോലെ തന്നെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞു, റിമാൻഡ് ചെയ്താലും പോലീസ് കസ്റ്റഡിയിൽ പോകും, അപ്പോഴും ഉപദ്രവം ഉണ്ടാകും എന്ന്. ഞാൻ അകത്ത് പോയാലും പുറത്തു വന്നാലെല്ലാം തല്ലു വാങ്ങിക്കും, അല്ലെങ്കിൽ ശാരീരിക ഉപദ്രവം നേരിടും എന്നുള്ള ബോധ്യപ്പെടുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ വളരെയധികം ഭാവിട്ട് കരയുവാനായിട്ട് ഞാൻ ദൈവത്തോട് കോടതി വരാന്തയിൽ വെച്ച് ഒരു തീരുമാനമെടുത്തു.
ഇവിടെയാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വളരെയധികം ഞാൻ ക്ഷണിക്കുന്നത്. ഈ കോടതി വരാന്തയിൽ വെച്ച് ഞാൻ തീരുമാനമെടുത്തപ്പോൾ എന്റെ ഹൃദയത്തിൽ ഞാൻ ചോദിച്ചു, എന്റെ നാവ് കൊണ്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി, ശബ്ദം കുറച്ച്, യേശുവേ, ഇതാണോ ഒരു പാപിയായവൻ ഉപവാസമെടുത്തതിന്റെ ശക്തി? എന്നോട് ക്ഷമിക്കലില്ലേ, ഞാൻ ഇനി ഒരിക്കലും പാപം ചെയ്യില്ല, ഇതുവരെ പറഞ്ഞതുപോലെയല്ല, എന്നേക്കുമായിട്ട് ഞാൻ എന്റെ ജീവിതത്തെ മാറ്റിക്കൊള്ളാം, ഞാൻ പാപം എന്നേക്കുമായി ഉപേക്ഷിച്ചോളാം, ഒരു ചതിയോ വഞ്ചനയോ ഒന്നും ചെയ്യത്തില്ല, എന്റെ ജീവിതത്തിന്റെ ആയുഷ്കാലം മുഴുവൻ യേശു കർത്താവ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെന്ന് സാക്ഷീകരിക്കാമെന്ന് മറിച്ചൊരു തീരുമാനമെടുത്തു. എന്നെ രക്ഷിച്ചില്ലെങ്കിൽ കർത്താവായ യേശു ദൈവമല്ല എന്ന് ഞാൻ തീരുമാനം. ഇപ്പോൾ ഞാൻ ആ വാക്കുകളെ ഭയപ്പെടുന്നു. പ്രിയരെ, അവിടെ ഈ തീരുമാനമെടുത്ത് ഞാൻ എന്റെ നാവ് കൊണ്ട് പതുക്കെ പറയുമ്പോഴും അവിടെ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ഞാൻ ഈ കേസ് വിളിക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ മഴ പെയ്യുകയും വലിയൊരു തണ്ടറുണ്ടായി അവിടെ കരണ്ട് പോവുകയും ചെയ്തു. ആ സമയത്ത്, ആ മഴ പെയ്യുന്ന സമയത്ത് എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ എന്നുള്ള ശബ്ദം എനിക്ക് ഉണ്ടാവേണ്ടത്. അതൊന്ന് ഇപ്പോഴതിന്റെ തീഷ്ണത എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ഒരു ബലം എനിക്ക് നൽകുവാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നിന്ന് ഒരു ലൈറ്റിങ് എന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ എനിക്ക് അനുഭവമുണ്ടായി. ഇതെന്റെ അനുഭവമാണ്. എനിക്ക് ഭയമുണ്ടായി. ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുവാനായിട്ട്, ഞാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേദനപ്പെടുവാനായിട്ട് ഇടയെത്തീർന്നു. പ്രിയരെ, ഞാൻ കർത്താവിൽ വളരെയധികം അതിൽ ഭയപ്പെട്ടു, ആഴമേറി ഞാൻ ഭയപ്പെട്ടു. എന്നിട്ട് ഈ ശബ്ദം എന്റെ ജീവിതത്തിന് വലിയ മാറ്റം, എന്തോ ഒരു ശക്തി പകരുന്നത് പോലെ ഞാൻ ശരീരം മൊത്തം വേർക്കുവാണ്. അപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു, ഇനിയുള്ള കേസുകള് 30-ാം തീയതി തൊട്ട്, ജൂൺ മാസം 30-ാം തീയതി തൊട്ട് മാറ്റിവെച്ചിരിക്കുന്നു, അതുകൊണ്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് എന്നെ ആ മൂവാറ്റുപുഴ കോടതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടത്. പ്രിയരെ, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആ പഴയ ഭവനത്തിലേക്ക് തന്നെ മടങ്ങി ചെന്നപ്പോൾ ഏകദേശം 3 ദിവസത്തോളം ആ ചൂട് എന്റെ ശരീരത്തിൽ. ഈ 3 ദിവസത്തോളം ഞാൻ വാവിട്ട് കരയുവാനായിട്ട് എന്റെ ജീവിതത്തിൽ ചെയ്ത സകല പാപങ്ങളെയും ഞാൻ ഓർത്തു. എന്റെ ജീവിതത്തിൽ ഞാൻ മറച്ചു വെച്ച സകല പാപങ്ങളും എനിക്ക് ബോധ്യം വരികയാണ്. ഞാൻ പാപിയാണ്. എങ്ങനെ ഞാൻ എന്റെ പാപത്തെ എനിക്ക് എപ്രകാരം എനിക്ക് പാപമില്ലാത്ത ഒരു ശരീരം കിട്ടും, പാപമില്ലാത്ത ഒരു ജീവിതം എനിക്ക് കിട്ടും, ഇത്രയും അനിഷ്ടനായ ഒരു വ്യക്തിയാണെന്നുള്ള ബോധ്യം എനിക്ക് അന്നുണ്ടായി. ഞാൻ ദൈവത്തിന് ഒത്തിരി ഭയപ്പെട്ടു. ഭയമാണ് എനിക്ക്, ഭയങ്കര ഭയം മനുഷ്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിന് വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്, ശബ്ദത്തിന് മാറ്റം, എന്റെ ജീവിതത്തിന്റെ മാറ്റം. ആ ഭവനത്തിലുള്ളവർ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നില്ലേ? എനിക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ള താല്പര്യമില്ല. അവര് പറഞ്ഞു, ഭാരപ്പെടേണ്ട, എല്ലാത്തിനും മാറ്റം ഉണ്ടാകും. ഞാൻ അന്ന് തീരുമാനമെടുത്ത്, കോടതി വരാന്തയിൽ വെച്ച് ഞാൻ അന്ന് തീരുമാനമെടുത്തതാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതകാലം മുഴുവൻ ഞാൻ സാക്ഷീകരിച്ചോളാം. അന്ന് ഞാൻ യേശുവിനെ കണ്ടുമുട്ടുവാനായിട്ട് ആ ശബ്ദം എനിക്ക് ഉറപ്പു തന്നു, എന്നെ നിത്യതയിലേക്ക് എന്റെ ജീവിതകാലം മുഴുവൻ വഴി നടത്തുവാൻ കരുത്തുണ്ടെന്ന് എന്റെ ഹൃദയത്തിന്റെ ആഴത്തിന് എനിക്ക് പതിവാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിനുശേഷം ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ, എനിക്ക് തോന്നുന്നത് ഏകദേശം 18-ാം തീയതി, ജൂൺ മാസം 18-ാം തീയതി എനിക്ക് വീണ്ടും ഫോൺ കോൾ വരുവാനായിട്ട്. ഇതിന്റെ കേസിന്റെ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്, ദൈവം നിനക്ക് തരും എന്ന് എന്റെ പിതാവ് വിളിച്ചു പറഞ്ഞു. അവർക്കാണ് ഈ ലോകത്തിൽ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് വേദനപ്പെട്ടു നിന്നപ്പോഴും എനിക്ക് ജീവിക്കാൻ പ്രത്യാശ നൽകിയത് എന്നെ കോടതിയിൽ വെച്ച് എന്റെ ശരീരത്തിൽ പ്രവേശിച്ച ശക്തിയായിരുന്നു. 1998 ജൂൺ മാസം 25-ാം തീയതി എനിക്ക് എറണാകുളം ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടി. അങ്ങനെ ഞാൻ എന്റെ സ്വഭവനത്തിൽ മടങ്ങി വന്നപ്പോൾ എനിക്ക് ബോധ്യമായി എന്നെ രക്ഷിച്ചത് കർത്താവായ യേശു ക്രിസ്തു. ചില മാസങ്ങൾക്ക് ശേഷം എന്റെ മാതാപിതാക്കളെ കാണുവാൻ, എന്റെ മാതാപിതാക്കൾക്ക് ഒരു മകനെ തിരിച്ചു കിട്ടിയ ഒരു പ്രതീതിയാണ് അവർക്കുണ്ടായത്. അതുപോലെ തന്നെ ആ സമയത്ത് എന്നെ ടേക്ക് കെയർ ചെയ്തിരുന്ന ഒരു ചർച്ച്, അനുഗ്രഹിക്കപ്പെട്ട ചർച്ചിലെ കർത്താവിന്റെ ദാസനും ദാസിയും വളരെ സ്നേഹത്തോടെ ആ സഭയിലുള്ളവര് എന്നെ ഏറ്റെടുക്കുവാൻ. ഞാൻ എന്റെ ജീവിതത്തില് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ ഗൈഡൻസും അവരുടെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് സ്നാനപ്പെടണം എന്നുള്ള ബോധ്യമുണ്ടായി.
എന്നോട് ഈ സ്നാനത്തെ കുറിച്ചുള്ള ഈ ബൈബിളിലെ വാക്യങ്ങൾ ബഹുമാനി കർത്തദാസൻ എനിക്ക് നൽകുമായിട്ട് ഞാനത് ദിനം പ്രതി വായിക്കും. എന്നിട്ട് സ്നാനത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സംശയം കൊണ്ടാണോ എന്തോ, ചിലപ്പോൾ സ്നാനപ്പെട്ട പിൻവാങ്ങി പോകുമോ എന്താണോ അദ്ദേഹം ഓരോ ദിവസങ്ങളും നീട്ടി കൊണ്ടുപോകാൻ ഓരോ ഞായറാഴ്ചകളിലും ഞാൻ അദ്ദേഹത്തോട് ഒരു പ്രാവശ്യം എന്റെ നാവിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഇന്നും മരിച്ചു പോയാൽ പാസ്റ്ററെ എങ്ങനെയായി തീരും, എന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകും? അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചതാണ്. കാരണം എനിക്ക് യേശുവിനെ വിട്ടുള്ള ജീവിതം ഇനി ആവശ്യമില്ല, യേശുവായിട്ടുള്ള ജീവിതം എനിക്ക് നയിച്ചാൽ മതി എന്നുള്ളത് ഡെഡിക്കേഷൻ എന്റെ ശരീരത്തിലും ആത്മാവിലും പ്രവേശിച്ചു. എന്റെ ജീവിതത്തിന് മാറ്റം വരുത്തി. ഈ ലോകമെല്ലാം വെറുതെയാണ്, അതിനൊന്നും പ്രസക്തിയില്ല, അതെല്ലാം അഴുകിപ്പോകുന്നതാ, അതെല്ലാം നാളെ ഇട്ടിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള ബോധ്യം എന്നെ ഭരിക്കുവാനിടയായി. അപ്പോൾ എനിക്ക് ആവശ്യം നിത്യരക്ഷയാണ്, യേശുവിനോട് കൂടെ വസിക്കണം, യേശുവാണ് എല്ലാം എന്നുള്ള ബോധ്യം എന്റെ ഹൃദയത്തിനും എന്റെ മസ്തിഷ്കത്തിലും പ്രവേശിച്ചു. എന്റെ ചിന്ത യേശുവിനെ കുറിച്ച് പ്രവർത്തിക്കുന്ന, എന്നാൽ ഒന്നിനും കഴിവില്ലാത്തവനെ പോലെ, ഒന്നും അറിവില്ല, ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ പാസ്വേഡ് പറഞ്ഞപ്പോൾ പാസ്വേഡ് പറഞ്ഞു, മോനെ ഭയപ്പെടില്ലേ, നമുക്കതിന്റെ ക്രമീകരണം ചെയ്യാമെന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസി അവരവരുടെ ജീവിതം മുഴുവൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട അടിമാലിയിലുള്ള ഒരു വളരെ പ്രസിദ്ധമായ കർത്താവിന്റെ ദാസി അവരെ രണ്ടുപേരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരും അവരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് 1998 ഓഗസ്റ്റ് മാസം 14-ാം തീയതി പാസ്റ്റർ റോയ് ചെറിയാന്റെ കൈക്കീഴിൽ എനിക്ക് സ്നാനപ്പെടുവാനായിട്ട് കർത്താവ് അതെന്റെ ജീവിതത്തില് ഏറ്റവും വലിയ മാറ്റത്തിന് ഇടയായി തീർന്നു. ഈ സ്നാനപ്പെട്ട സമയത്ത് എനിക്ക് കേൾക്കുവാനിടയായി തീർന്നു, എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു, ഞാൻ എന്റെ കർത്താവിന്റെ പ്രിയ മകൻ. എനിക്ക് എന്തരുതാത് എന്നുള്ള ബോധ്യം എനിക്ക് ഭരിക്കുവാൻ. പിന്നെ എന്റെ ഹൃദയത്തിൽ പ്രാർത്ഥന, അവർ പറഞ്ഞു തന്ന ഗൈഡൻസ് അനുസരിച്ച് ഞാൻ നിരവധി ഉപസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ബൈബിൾ കോളേജിൽ പോകണം എന്നുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെ അലിവായിക്കടുത്തുള്ള ഒരു ബൈബിൾ കോളേജിൽ 2 വർഷം പഠിക്കുവാനായിട്ട് എനിക്ക് അവസരം ഒരുക്കി. ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രിയരെ, ഒത്തിരി ഞാൻ കണ്ട ഒരു ക്രിസ്തീയ ജീവിതമായിരുന്നില്ല അതിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത്. ഒത്തിരി പ്രയാസങ്ങൾ എനിക്കുണ്ടായി, പ്രതിസന്ധികളുണ്ടായി, ഇല്ലായ്മകളുണ്ടായി, ഭാരങ്ങളുണ്ടായി, ഒത്തിരി വേദനകളുണ്ടായി. അതെല്ലാം ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നു. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ വഴികളായിരുന്നു ഈ വേദനയും ഈ പ്രയാസങ്ങളും ഈ കഷ്ടതയും ഈ നിന്നയെല്ലാം ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അടിസ്ഥാനം ഇടുവാനായിട്ട് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യമാകുന്നു. അന്ന് ഞാൻ അത് ഉപേക്ഷിക്കാതെ പോകാനായിട്ട് ദൈവത്തിന്റെ കൃപ മാത്രം. ഞാൻ ഇവിടെ പറയട്ടെ, പ്രിയ സ്നേഹിതരെ, താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, താങ്കൾ എങ്ങനെയും ആയിക്കൊള്ളട്ടെ, എന്റെ ജീവിതത്തിന്റെ മാറ്റം വരുത്തിയ ഈ കർത്താവായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് പൂർണ്ണമായിട്ട് കേൾക്കണമേ. എന്റെ പ്രശസ്തമായ ഭാഗങ്ങളിലേക്ക് ഞാൻ എൻട്രി ചെയ്യുന്നൊരു സന്തോഷം. കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണെന്ന് പ്രൂഫ് ചെയ്യുവാനായിട്ട് ഒത്തിരി അവസരങ്ങൾ കർത്താവ് എനിക്ക് നൽകി. ആയതിനാൽ പ്രിയരെ, ഇത് ഇനിയുള്ള പ്രശസ്ത ഭാഗങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ആയിരിക്കണമേ എന്ന് കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ അതിനുശേഷം കർത്താവിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ചു. എനിക്ക് ശബ്ദങ്ങളൊന്നും ആ സമയങ്ങളിൽ ഉണ്ടാകുന്നില്ല, പക്ഷെ എന്റെ ഹൃദയത്തിൽ ഇൻസ്പിറേഷൻ ഉണ്ടായി, ഹൃദയത്തിൽ ഡീപ്പായിട്ട് ഇൻസ്പിറേഷൻ ഉണ്ടായി, ഡീപ്പായിട്ടുള്ള ഗൈഡൻസ് തരും. ഇന്നതുപോലെ ചെയ്യണം, ഞാൻ ഉറങ്ങാൻ പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യണം, ഭക്ഷണ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി. അങ്ങനെ ഞാൻ ആ സമയത്ത് സിയോറ്റോർ എന്ന് പറയുന്ന ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് എനിക്കൊരു പ്രേരണ ഉണ്ടായി, സമർപ്പണം ഉണ്ടായി. ആ സ്കൂളിൽ ആദ്യം പഠിച്ച ബൈബിൾ കോളേജില് നല്ല അനുഗ്രഹിക്കപ്പെട്ട ദാസൻ ഷിബു വർഗീസ് എന്ന് പറയുന്ന അധ്യാപകൻ, അദ്ദേഹം എന്നോട് ഒരു പ്രാവശ്യം വേദന കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, അനിലേ, നിനക്ക് ഒരു പുറപ്പാടുണ്ട്, നിന്റെ ജീവിതത്തിൽ ഒരു പുറപ്പാടുണ്ട് എന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് എന്നോട് എന്നെ ബലപ്പെടുത്തുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ വാക്കുകളുടെ ഹൃദയത്തിൽ ഞാൻ ഓർക്കുന്നു. പ്രിയരെ, ഈ COTR ഈ അഡ്മിഷൻ എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ അതിന് വേണ്ട ചില ക്രമീകരണങ്ങൾ അല്പം സ്വല്പമായിട്ടുള്ള സാമ്പത്തികമെല്ലാം കരുതി എന്നെ പ്രാർത്ഥനാപൂർവ്വം ചർച്ച സെൻഡ് ചെയ്യുന്നു. എന്നെ സ്നേഹത്തിലുള്ള ഒരു സെൻഡ് ചെയ്യുമ്പോൾ ഓർക്കണം, ഞാൻ ഈ തമിഴ്നാടിന്റെ പുറത്തേക്ക് പോയിട്ടില്ലാത്ത വ്യക്തിയാണ്. തമിഴ്നാട് വരെയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഈ മറ്റുള്ള സംസ്ഥാനങ്ങൾ എങ്ങനെയാണ്, ജീവിതശൈലി എന്താണെന്നൊന്നും ഒരു അറിവും എന്റെ ജീവിതത്തിലില്ലായിരുന്നു.
ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. എനിക്കൊരു സഹോദരൻ എഴുതി തന്ന ഇംഗ്ലീഷിലുണ്ടായിരുന്ന ഒരു ലെറ്റർ, ഒരു പ്രാർത്ഥന എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുന്ന ബൈബിൾ കോളേജ് ഒരു ഇന്റർനാഷണൽ ബൈബിൾ കോളേജാണ്. അന്നൊന്നും എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ല. എന്നിട്ടും വളരെ പ്രാർത്ഥനയോടുകൂടി പോകുന്നു. ശ്രദ്ധിക്കണം, ഈ സമയത്ത് പോകുന്ന സമയത്ത് ചില ക്രിസ്ത്യൻ ലീഡേഴ്സും ചിലരും എന്നോട് പറഞ്ഞു, അവരവരുടെ അറിവിൽ നിന്നാണ് അത് പറഞ്ഞത്. ഈ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഇനി പോയി പഠിക്കുവാനായിട്ട് വിശാഖപട്ടണത്ത് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ കേസ് 3 കേസുകൾ അത് 3 മാസം 2 മാസം കൂടുമ്പോൾ അത് ഹിയറിങ്ങിന് വിളിക്കും, എന്തോ നീ ചെയ്യും. പിന്നെ പോകുന്ന ബൈബിൾ കോളേജിൽ അതിന് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്, നിന്റെ ചെലവ് നടത്തണം, നിനക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ എന്നുള്ള ഒത്തിരി ഒരു ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകൾ എന്റെ ജീവിതം. അപ്പോഴെല്ലാം എനിക്ക് ബലം നൽകിയത്, ഇന്നും അന്നും എന്നും ഒരുപോലെ നൽകുന്നത് എനിക്ക് ശ്രേഷ്ഠമായിട്ടുള്ള വളരെയധികം ഞാൻ പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കുന്ന ഒരു വചനമാണ്. വിശുദ്ധ ബൈബിളിലെ 1 തെസ്സലോനിക്കരിലെ 5-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം. അതിപ്രകാരം പറയുന്നത്, നിന്നെ വിളിക്കുന്ന ദൈവം വിശ്വസ്തൻ, അവൻ അതിനെ തികയ്ക്കും. നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ, കർത്താവ് അതിനെ തികയ്ക്കും. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായിട്ട് എനിക്ക് വാക്യം മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ ചിലരെല്ലാം ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും പറഞ്ഞയക്കുകയും ചെയ്തു. ഞാൻ തമിഴ്നാട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ പ്രത്യാശയോടെ ഒരു എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഈ തമിഴ്നാട് ബോർഡർ കഴിയുന്ന സമയത്ത് മറ്റുള്ളവർ പലരും കയറി വരുവാനിടയെത്തും. അപ്പോൾ എന്റെ ജീവിതത്തിൽ ഭയമുണ്ടായി. ഈ അവരുമായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഇനിയും യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്, ആരുമില്ലല്ലോ ദൈവമേ എന്നുള്ള ഒത്തിരി ഹൃദയത്തിൽ വേദനയും ഒത്തിരി സംശയങ്ങളും ഒത്തിരി ഭയവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എങ്ങനെ യാത്ര ചെയ്യും? ആരുമില്ല, അടുത്തിരിക്കുന്നവരെ നോക്കുമ്പോൾ വ്യത്യസ്തമായ ആളുകൾ. അപ്പോൾ ഞാൻ ഇരിക്കുന്ന ക്യാബിനകത്ത് മുഴുവനും മറ്റുള്ള ഭാഷക്കാർ കയറിയത് കൊണ്ട് എനിക്ക് ആകെ ഭയമുണ്ടായി. ആരോടും സംസാരിക്കാൻ പറ്റാതെ, എൻ്റെ വീട്ടിലുള്ളവരെല്ലാം അടിമാലിയിലാണ്, എനിക്ക് ആരും പരിചയമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ആ ട്രെയിനിന്റെ ബാത്റൂമിൽ കയറിയായിട്ടെത്തുന്നു. ട്രെയിനിന്റെ ബാത്റൂമിൽ കയറി, പ്രിയമാന്യ സുഹൃത്തെ, ഞാൻ ഇത്രയും സിൻസിയർ ആയിട്ട് പറയാൻ കാരണം അതെന്റെ അനുഭവമാണ്. എൻ്റെ അനുഭവമായതുകൊണ്ട് ഇത്ര സിൻസിയർ ആയിട്ട് ഞാനത് പറയുന്നു. ആ ട്രെയിനിന്റെ ബാത്റൂമിൽ കയറിയിട്ട് ഞാൻ വളരെയധികം പൊട്ടിക്കരഞ്ഞു. ദൈവത്തോട് കൈകൂപ്പി ബാത്റൂമിൽ നിന്നുകൊണ്ട് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവെ, ഒരു മലയാളിയെ കർത്താവെ എൻ്റെ കൂടെ ഈ വിശാഖപട്ടണം വരെ എങ്കിലും ആക്കി തെരുമാറാകണമേ. യേശു കർത്താവെ, അങ്ങയുടെ നാമത്തിലല്ലേ ഞാൻ കടന്നു വന്നത്. അങ്ങക്ക് അസാധ്യമായതൊന്നുമല്ലല്ലോ. അങ്ങ് ചോദിക്കുന്നതിന് സ്പോട്ടിൽ മറുപടി നൽകുന്ന ദൈവമാണല്ലോ. ഇതുവരെ നടത്തിയല്ലോ എന്ന് എൻ്റെ നാവുകൾ കൊണ്ട് ഞാൻ വളരെയധികം ശബ്ദത്തോടെ പ്രാർത്ഥിക്കൂടെ തരും. ഞാൻ ഒത്തിരി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു അത്ഭുതം ദൈവം ചെയ്യണമേ, ഒരു അത്ഭുതം ചെയ്യണമേ. എൻ്റെ അടുത്ത് തന്നെ ആ ക്യാബിനകത്ത് ഒരു മലയാളിയെ ദൈവമാക്കി പെരുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാണ്. ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം മുഖമെല്ലാം കഴുകി ട്രെയിനിന് അകത്ത് വന്നിരുന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ആളുകൾ തന്നെ അങ്ങനെ അതിൽ തന്നെ ഉണ്ട്. ദൈവം അത്ഭുതം ചെയ്യും എന്നുള്ള ബോധ്യത്തോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അല്പസമയങ്ങൾ കഴിഞ്ഞ് ചില മണിക്കൂറുകൾ, എനിക്ക് തോന്നുന്ന കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ സമയത്ത് TTR ഏകദേശം എൻ്റെ സെയിം പ്രായമുള്ള ഒരു സഹോദരൻ 2 പെട്ടിയുമായിട്ട് ആ ക്യാബിനകത്ത് കൊണ്ടുവന്ന് TTR എൻ്റെ സീറ്റിന് അടുത്ത സീറ്റിലിരുത്തി, ഇതാണ് നിന്റെ സീറ്റ് എന്ന് അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുവാടെ എത്തും. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കി, അദ്ദേഹം പുഞ്ചിരിച്ചു. ഞാനും അതുപോലെ തന്നെ പുഞ്ചിരിച്ചു. എന്നാലും എനിക്കൊരു ഒരു മനസ്സിൽ ഒരു സംസാരിക്കുവാൻ, ഇദ്ദേഹം വേറെ ഭാഷക്കാരനാണോ എന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ മലയാളത്തിൽ ചോദിച്ചു, എവിടെ പോകുവാണ്? മലയാളിയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മലയാളിയാണ്. എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശാഖപട്ടണത്തിൽ. നിങ്ങൾക്കറിയോ എന്തുമാത്രം സന്തോഷം എനിക്ക് ആ സെക്കൻഡിലുണ്ടായിരുന്നു. ആ ഓൺ സ്പോട്ടിൽ എന്തുമാത്രം ബലം പ്രാപിച്ചു എന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വിശാഖപട്ടണത്തിൽ എവിടെയാണ്? അദ്ദേഹം സോറി ഞാൻ പറഞ്ഞു, ഞാൻ വിശാഖപട്ടണത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, വിശാഖപട്ടണത്തിൽ എവിടെയാ? അപ്പൊ ഞാൻ പോകേണ്ട സ്ഥലത്തിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ എനിക്ക് കിട്ടിയ ഈ കോളിംഗ് ലെറ്റർ ഞാൻ എടുത്ത് കാണിച്ചു, അദ്ദേഹത്തെ കാണിച്ചു, പറഞ്ഞു ഇത്.
അപ്പം അദ്ദേഹം പറഞ്ഞു, ഇവിടെ തന്നെ ഞാൻ പോകുന്നത്, ഈ കോളേജിലാണ് ഞാൻ പോകുന്നത്. അന്ന് അത് മാത്രമല്ല അദ്ദേഹം കൂട്ടിച്ചേർത്ത ഒന്നുണ്ട്, ഞാൻ അതേ ബാച്ചിൽ തന്നെ BTHന് തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ഹൃദയത്തിലെ ചിന്തയ്ക്കപ്പുറത്ത് നമുക്ക് വേണ്ടി കരുതുന്ന, ഒരു പഴുതുമില്ലാതെ കരുതുവാനായിട്ട് കരുത്തുള്ളത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. എന്റെ അനുഭവമാണ്. എവിടെ വചനം പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ കർത്താവ് മുറിക്കിട്ടും. എന്റെ ജീവിതത്തിൽ ആ സമയം, അതാണ് എന്റെ ആദ്യത്തെ പ്രയർ, എന്റെ ഡീപ്പായിട്ടുള്ള ബ്രോക്കൺ ഹാർട്ടിലുള്ള പ്രയർ. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ എപ്പോൾ എങ്ങനെ വേണമെങ്കിലും കർത്താവിന് കഴിയും. അതും മാനുഷികമായ പ്രവർത്തനങ്ങൾ അമേസ്ഡ് ആയിട്ട്, ഒരു പഴുതുമില്ലാതെ. ഞങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ആ ജേണിയിൽ എവിടെ കടന്നു ചെന്നു, കോളേജിൽ കടന്നു ചെന്ന സമയത്ത് പിറ്റേ ദിവസം ഞങ്ങൾക്ക് അഡ്മിഷനായി. ക്ലാസ് എല്ലാം നടക്കുന്നത് ഇംഗ്ലീഷിലാണ്. മറ്റ് ഭാഷക്കാർ ഒത്തിരി പേരുണ്ട്, ഫോറിനേഴ്സ് 2-3 പേര് പഠിക്കുന്നുണ്ട്. പ്രിയരെ, ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞുകൂടാ. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട്. ഈ മലയാളികള് എൻ്റെ വാച്ചില് സമയം ചോദിക്കുവാനായിട്ട് വളരെ ഒരു ഫണ്ട് പോലെയാണ് അത് ചെയ്തിരുന്നത്. അവര് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരും, മറ്റുള്ള ഭാഷക്കാരെ കൊണ്ടുവന്നിട്ട് എന്നോട് പറയും സമയം ചോദിക്കുവാനായിട്ട്. ഇപ്പൊ 10 after 30 എന്ന് പറയുവാനായിട്ട് എനിക്ക് ഇംഗ്ലീഷിൽ അന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ വാച്ച് ഇങ്ങനെ കാണിച്ചിട്ട് പറയും, ലുക്ക്. അപ്പൊ അദ്ദേഹം പറയും, അവര് പറയുന്ന ഒന്നുണ്ട്, ഓക്കെ, അൽബയുടെ വാച്ച് എന്റെ ജ്യേഷ്ഠൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒന്ന് വാച്ച്. ആ സമയത്ത് ഞാൻ മറുപടി പറയും, ഇൻസൈഡ്. അപ്പൊ അവര് പറയുന്നുണ്ട് ബ്ലാക്ക് ഡയല്. അന്നേരം അറിയാവുന്ന ഇംഗ്ലീഷ്, നോ ടൈം സി. അപ്പൊ അങ്ങനെ നിരവധി ആവർത്തിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അവർക്ക് അതിലെന്തോ സന്തോഷം കണ്ടെത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായി. ഞാൻ 3 മാസത്തോളം എന്റെ വാച്ച് ഞാൻ എന്റെ ബാഗിനകത്ത് അഴിച്ചു വെച്ചു. ബാഗ് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ സിൻസിയറായിട്ട് പറയുന്നു, ഈ ബൈബിൾ കോളേജിൽ ഉണ്ടായിരുന്ന പ്രതികൂലത്തെക്കുറിച്ചും പ്രശ്നത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എനിക്ക് എന്റെ ഡ്രസ് വാഷ് ചെയ്യുവാനായിട്ട് സോപ്പില്ലാതിരുന്ന കാലഘട്ടമുണ്ട്. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവെ, സോപ്പ് ആരെങ്കിലും ബാത്റൂമിൽ മറന്നു വെക്കണമേ എന്നിട്ട് ഏറ്റവും അവസാനം പോയി കുളിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഡ്രസ് വാഷ് ചെയ്യുവാൻ കടന്നു ചെല്ലും. അവിടെ ആരും മറന്നു വെച്ചിട്ടുണ്ടാവില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, കർത്താവ് നമ്മുടെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതിനൊക്കെ പ്രാർത്ഥന തരത്തില്ല, മറുപടി തരത്തില്ല. ഹൃദയം നുറങ്ങിയാണെങ്കിൽ കർത്താവ് ഡെഫിനറ്റ് ആയിട്ട്, എന്റെ ആവശ്യകത അതായിരുന്നെങ്കിൽ തന്നെയും എനിക്കൊരു നല്ല സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്ത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, താങ്കൾ ഏത് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നതാണെങ്കിൽ, ഏത് വേദനയിലൂടെ കടന്നു പോകുന്നതാണെങ്കിൽ, താങ്കൾക്ക് താങ്കളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നാൽ അതിന് ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ 100 മടങ്ങ് പ്രതിഫലത്തോടെ നൽകുന്ന, അനുഗ്രഹം നൽകുന്ന കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ കരുതുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവം വലിയ ഭാവി ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സോറി, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എന്റെ ആദ്യത്തെ സെമസ്റ്ററിൽ ഉണ്ടായിരുന്ന 6 സബ്ജക്റ്റും ഫെയിലായി. 6 സബ്ജക്റ്റും ഫെയിലായി പോയിട്ട് എനിക്ക് പഠിക്കുവാൻ പറ്റാത്തൊരു അവസരം. എന്നോട് എന്നെ ഓഫീസിൽ വിളിച്ചിട്ട് ബഹുമാനിരായ അധ്യാപകർ പറഞ്ഞു, ഇംഗ്ലീഷ് ഒന്നും പഠിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ജീവിക്കുവാൻ, എങ്ങനെ തുടർ പഠനത്തിന് സാധ്യമാകും എന്ന് അവർ ഇംഗ്ലീഷിൽ ചോദിച്ചു. അതുവരെ അതെല്ലാം നമ്മൾ മറുപടി പറഞ്ഞത് മലയാളത്തിലാണ്. അല്പസ്വല്പമല്ല ഇംഗ്ലീഷ് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്റെ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ബഹുമാനായ മാത്യു ജേക്കബ് സാർ പറഞ്ഞു, മതി ഇംഗ്ലീഷ് പറഞ്ഞ് നിർത്ത്, ഇനി മലയാളം പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. സ്നേഹനിധിയായിട്ടുള്ള മാത്യു ജേക്കബ് സാർ. അങ്ങനെ മലയാളത്തിൽ അവരെനിക്ക് അവസരം തന്ന ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ്, ആദ്യം 3 മാസം ചോദിച്ചു, തന്നില്ല. പിന്നെ 1 മാസം കൂടെ തുടർ പഠനത്തിന് വേണ്ടിയിട്ടുള്ള അനുമതി തന്നു. ഞാൻ അതവിടെ തീരുമാനമെടുത്തു. ഏകദേശം 12 മണി, രാത്രി 12 മണിക്ക് അലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ പ്രയർ ടവറിൽ പോയിട്ട്, പ്രിയരെ, എന്റെ ഈ ജനലെല്ലാം അടച്ചിട്ട് എന്റെ ജീവിതം മുഴുവൻ ഞാൻ കർത്താവോട് പറയുക. ഞാൻ നിലവിളിക്കുമായിരുന്നു. അവിടുത്തെ ഇംഗ്ലീഷ് ബൈബിള്, പ്രയർ ടവറിലെ ഇംഗ്ലീഷ് ബൈബിൾസ് ഒത്തിരി അവിടെ വരുന്നവർക്ക് വായിക്കുവാനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഞാൻ അത് എടുത്തിട്ട് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കും, ദൈവത്തോട് ഞാൻ പ്രസംഗിക്കുമായിരുന്നു, കർത്താവിനോട് ഞാൻ എൻ്റെ കംപ്ലൈന്റ് മുഴുവൻ ഞാൻ ഒത്തിരി സമയം ദൈവസന്നിധി ചെലവഴിച്ചിട്ടുണ്ട്. ഓർക്കണം, അതിന്റെ റീസൺസ് ഒന്ന്, 3 കേസുകൾ എനിക്ക് കേരളത്തിലുണ്ട്. 3 മാസം കൂടുമ്പോൾ ഞാൻ കേരളത്തിൽ വരണം. എനിക്കൊരു സ്പോൺസർ ഇല്ല, എൻ്റെ പഠനത്തിന്റെ പേയ്മെന്റ് നടത്താൻ ആരുമില്ല, എനിക്ക് ബുക്കോ പേപ്പറോ അല്ലെങ്കിൽ അസൈൻമെന്റ്സിന്റെ സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും ആരുമില്ല, നല്ലൊരു ഫ്രണ്ട്സ് ഇല്ല, ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒത്തിരി പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഓർക്കുന്നു, ഇവിടെയും എനിക്കൊരു സന്തോഷമായിട്ട് പറയാനുള്ള ഒന്ന്, ഒരിക്കല് അന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പളായിട്ടുണ്ടായിരുന്നതാണ് ബഹുമാനായ കർത്താവിന്റെ ദാസൻ മാത്യു ജേക്കബ് സാറ്. അദ്ദേഹത്തെ ടൈഗർ എന്നാണ് വിളിക്കുന്നത്. അത്രയ്ക്ക് ഗംഭീരമുള്ള നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സാർ. അദ്ദേഹം ഒരു ചാപ്പൽ നടത്തുന്ന സമയത്ത് ചാപ്പലിൽ ഈ ഫെയ്ത്ത് പ്രോമിസിന് വേണ്ടിയിട്ട് പേപ്പർ പീസ് ഓഫ് പേപ്പേഴ്സ് എല്ലാ 300 സ്റ്റുഡൻസിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇത് എന്തിനു നൽകിയെന്ന് എനിക്ക് ചാപ്പലിൽ വെച്ച് മനസ്സിലായില്ല. എൻ്റെ അടുത്തിരുന്ന ഒരു മലയാളിയോട് ഞാൻ ചോദിച്ചു, എന്തോ ചെയ്യണ്ടേ എന്ന് പതുക്കെ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ പേര് ക്ലാസ്, എന്നിട്ട് 1000 രൂപ എന്ന് എഴുതി ആ ബോക്സിൽ ഇട്ടോളാൻ പറഞ്ഞു. ഞാൻ അപ്രകാരം അത് എഴുതി അങ്ങനെ ഇട്ടു. ഈ എന്റെ ഹൃദയത്തോന്ന് ചിലപ്പോൾ 1000 രൂപ നമുക്ക് ഇങ്ങോട്ട് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അന്ന് ആ ചാപ്പൽ കഴിഞ്ഞു. ചാപ്പലിന് ശേഷം MTH പഠിക്കുന്ന ഒരു ജോൺ എന്ന പേരുള്ള ഒരു അച്ചായനോട് അല്ലെങ്കിൽ ഒരു മൂത്ത സഹോദരനോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു, ഇത് എന്തുവാ? അപ്പൊ അദ്ദേഹം എന്നോട് അതിന് എക്സ്പ്ലെയിൻ ചെയ്തു, അത് ഫെയ്ത്ത് പ്രോമിസ് ഈ വർഷം സുവിശേഷ വിലയ്ക്ക് വേണ്ടി അനില് ഈ കോളേജിന് കൊടുക്കേണ്ട തുകയാണ് 1000 രൂപ എന്ന്. അപ്പോൾ പെട്ടെന്ന് ഒരു ഷോക്കാണെങ്കിലും ദൈവവേലയ്ക്കായതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ടായി. എൻ്റെ കയ്യിൽ പണമൊന്നും ആ സമയത്തില്ല, അയച്ചു തരുവാനും ആളില്ല. എല്ലാ ദിവസങ്ങളിലും 10ഉം 30ഉം പേരുടെ പേര് അനൗൺസ്മെന്റ് ചെയ്യും. അവരുടെ പേരുകൾ വായിച്ചിട്ട് പറയും, ദീസ് ആർ ദ സ്റ്റുഡൻസ്, പ്ലീസ് കം ടു ദ ഓഫീസ് എന്ന് അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ എൻ്റെ പേരൊന്നും ഒരിക്കലും വായിച്ചിട്ടില്ലായിരുന്നു. ഞാൻ വളരെയധികം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ താമസിച്ച 5 പേര് അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു റൂമിനകത്താണ്. ആ റൂമിന് 2 ഡോർസ് ഉണ്ട്. ഒരു ഡോർസിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇത് കളക്ട് ചെയ്യുവാനുള്ള ലീഡർ കടന്നു വരുമ്പോൾ മറ്റു ഡോറിലൂടെ ഞാൻ പുറത്തേക്ക് പോകും. ഇങ്ങനെയായിരുന്നു എല്ലാ ഫ്രൈഡേ എൻ്റെ ജീവിതം. എനിക്ക് പണം കൊടുക്കുവാനില്ലാതെ. പക്ഷെ ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കും, ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തു, കർത്താവേ, ഈ കോളേജിൽ വെച്ച് കിട്ടുന്ന പണം എത്രയായാലും ആ പണം അത് മുഴുവനായിട്ട് ഇതിനു വേണ്ടി ഞാൻ ചെലവഴിച്ചോളാം, കൊടുത്തോളാം എന്നൊരു തീരുമാനം എനിക്ക് എടുക്കുവാൻ തീർന്നു. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ ഓർക്കുന്നുണ്ട്, ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാർത്ഥനയ്ക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം ടെറസിന് മുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രവണത ദൈവം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് കീഴ്പ്പെട്ട് നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നെറ്റി അടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. നെറ്റി തലയിൽ പില്ലറിൽ ഗ്ലോബൽ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ ഏറ്റവും ടോപ്പിൽ പോയിരുന്ന് നെറ്റി അടിച്ച് പ്രാർത്ഥിക്കും. ഒരു പ്രാവശ്യം എന്റെ നെറ്റി ഇങ്ങനെ പൊട്ടലുണ്ടായി, രക്തം വാർന്നു, അത്രയ്ക്ക് വേദന എനിക്കുണ്ടായി. എന്നിട്ട് അത് ഞാൻ കർത്താവിൽ പറയുന്നു, ദൈവസന്നിധിയിൽ ഉള്ളൊരുകി നമ്മൾ ഒരു പ്രാർത്ഥന കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയരെ, നമ്മൾ മറന്നുപോയാലും മറന്നു പോകാത്ത ഒരു ദൈവം ഈ ഭൂമിയിൽ ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമേ. അതിൽ വളരെ ബോധ്യം എനിക്കുണ്ട്, എൻ്റെ അനുഭവമാണ്. ഈ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ നെറ്റി എല്ലാം ഉണങ്ങി, അതിൽ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നോർമൽ ലൈഫിലേക്ക് ഞാൻ പ്രവേശിക്കേണ്ടതെത്തുന്നു. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഒരു ആഫ്റ്റർനൂണിന്റെ ചാപ്പൽ കഴിഞ്ഞ് മടങ്ങി കോളേജിലോട്ട് വരുന്ന സമയത്ത് മാത്യു ജേക്കബ് സാർ പറഞ്ഞു, അനിൽ പ്ലീസ് കം ടു മൈ ഓഫീസ് എന്നൊരു കോൾ ഉണ്ടായി. പ്രിയനെ, ഞാൻ സാറിന്റെ ഓഫീസിൽ ചെന്നപ്പോൾ സാർ പറഞ്ഞു, വി ഹാവ് ടു ടോക്ക്, വി ഹാവ് ടു സ്പെൻഡ് ലിറ്റിൽ ടൈം വിത്ത് ഗോഡ് എന്നും എന്നെ വിളിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ പ്രയർ ടവറിൽ കൊണ്ടുപോകാൻ. പ്രയർ ടവറിൽ ചെന്നപ്പോൾ ആദ്യത്തെ ചോദ്യം, ഹൂ ആർ യു? ഞാൻ ഭയങ്കര അമേസ്ഡ് ആയി. നീ ആരാണല്ലേ എന്നുള്ള ചോദ്യത്തില് ഞാൻ ആകെ ഭയപ്പെട്ടു. കാരണം ഞാൻ എൻ്റെ 3 കേസ് നടക്കുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. കോളേജിൽ ആരോടും പറയാതെ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചതാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, അനിൽ ടെൽ മീ ഹൂ ആർ യു? അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറെ ക്ഷമിക്കണം, എനിക്കിങ്ങനെ ഒരു അപകടം പറ്റി, എൻ്റെ സാക്ഷ്യം ഞാൻ സാറിനോട് ഷെയർ ചെയ്യും. സാർ ഒത്തിരി കരയുവാനായിട്ടും എന്നെ കെട്ടിപ്പിടിച്ച് ഒത്തിരി പ്രാർത്ഥിച്ച ഞാൻ ഓർക്കുന്നുണ്ട്.
പ്രിയ എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്ത്, ഈ ലോകത്തിൽ നമുക്ക് ആശ്വാസം തരുവാനായിട്ട്, നമ്മളെ നിലനിർത്തുവാനായിട്ടുള്ളത് ദൈവത്തിന്റെ സ്നേഹം മാത്രമേ, സർവശക്തനായ കർത്താവിന്റെ സ്നേഹം മാത്രമേ. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയൂ. കർത്താവിനെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ ആ വേദന മനസ്സിലാകൂ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരുപക്ഷെങ്കിൽ താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, എത്ര നാൾ നമ്മുടെ എല്ലാം ജീവിതം ലോകപരമായി ജീവിച്ചു, ഈ യേശുവിനോട് ചേർന്ന്, ഈ യേശുവിന്റെ സ്നേഹത്തോട് ചേർന്ന് ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനായിട്ട്, ജീവിതം ഒന്ന് സേഫ് ആക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യുക. ആ ദൈവസ്നേഹത്തിന്റെ ആഴം എന്തുമാത്രമുണ്ട്, നമ്മുടെ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ നമ്മളെ കരം പിടിച്ച ഉയർത്തും ഉറപ്പിക്കുമെന്നുള്ളതിന് ഞാൻ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സാറ് എന്റെ ജീവിതത്തിൽ എന്നെ വളരെയധികം, മതിയേക്കും സാറ് വളരെയധികം എന്നെ സ്നേഹിച്ച് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, അനിൽ, യു ആർ എ സെർവന്റ് ഓഫ് ഗോഡ്, ഗോഡ് ഈസ് വിത്ത് യു. ദൈവം നിന്നോട് കൂടെ ഉണ്ട്, നിന്നെ കൈവിടത്തില്ല. പ്രിയരെ, സാറ് അന്ന് എനിക്ക് ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു കവറിനകത്ത് 500 നോട്ടുകൾ കവറിലിട്ട് തന്നപ്പോൾ, നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്കറിയാം നമ്മള് സുവിശേഷ പ്രവർത്തകരാകുമ്പോൾ പണത്തിന്റെ ഡീലിംഗ് ബുദ്ധിമുട്ടുകളാണ്, വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങൾ നമുക്ക് അറിയാവുന്ന. ഞാൻ അന്നേരം പറഞ്ഞു, സാർ എൻ്റെ പണമുണ്ട്, എല്ലാം ഉണ്ട്. സാറ് പറഞ്ഞൊന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ തരുന്ന പണം റിസീവ് ചെയ്യും. അങ്ങനെ ഞാൻ ആ പണം വാങ്ങിച്ച് മടങ്ങിപ്പോരാൻ നേരത്തെ അത് കൂട്ടിച്ചേർന്നുണ്ട്. അനിലിന്റെ നെറ്റി എവിടെയെങ്കിലും പൊട്ടിയതായിട്ട് അനിൽ ഓർമ്മയുണ്ടോ? എപ്പോഴെങ്കിലും പ്രയറില്ല. ഞാൻ പറഞ്ഞു, ഉണ്ട് സാറേ. ചില ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ കേസിന്റെ കാര്യത്തിന് വേണ്ടി, എന്റെ പ്രശ്നത്തിന് വേണ്ടി ഞാൻ നിലവിളിച്ച് കരഞ്ഞപ്പോൾ അത് സംഭവിച്ചതാണെന്ന് അദ്ദേഹം പറയണത്. അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിന്റെ വൈഫ് അപ്രകാരം ഒരു വിഷൻ കണ്ടിരുന്നു. ഏകദേശം 300 സ്റ്റുഡൻസിന് ഇടയിൽ എനിക്ക് എന്നെ ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് കർത്താവിന് കഴിയും. താങ്കൾ ആരുമായിക്കൊള്ളട്ടെ സുഹൃത്ത്, യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നെറ്റ്വർക്ക് ചെയ്യുന്ന ഒരു തമ്പുരാനുണ്ട്. അത് വിഷൻ കൊടുക്കേണ്ടവർക്ക് വിഷൻ കൊടുക്കുവാനായിട്ട് കർത്താവുണ്ട്. ഞാൻ ഈ പണം വളരെ വളരെ സന്തോഷത്തോടെ എൻ്റെ റൂമിൽ കൊണ്ടുവന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് ഞാൻ അതിൽ നിന്ന് 300 രൂപ എടുത്ത് ഈ ഫെയ്ത്ത് പ്രോമിസിലെ എൻ്റെ ലീഡർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ പണമാണ്. 200 രൂപ ഞാനത് എടുത്ത് മാറ്റിവെച്ചത്, പ്രിയരെ, എനിക്ക് സോപ്പും പേപ്പേഴ്സ് വാങ്ങിക്കുവാൻ വേണ്ടി 200 രൂപ മാറ്റിവെച്ചു. അന്ന് വൈകുന്നേരം ഫ്രൈഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്. അപ്പോൾ അന്ന് ഫാസ്റ്റിംഗ് ആയിട്ട് ഞാൻ ആ ഭവനത്തിൽ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ, ചർച്ചിൽ വന്നിരുന്ന് ഞാൻ ആരാധിക്കുന്ന സമയത്ത്, പ്രാർത്ഥന പാടുന്ന സമയത്ത് ഞാൻ പൊട്ടിക്കരയുവാനുണ്ടായത്. വളരെയധികം പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തില് ഈ കുറ്റബോധം ഉണ്ടാകുവാണ്, പാപബോധം. എന്നെ കാണുന്ന പലരുമുണ്ട്, അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ വാവിട്ട് കരയേണ്ടെടുത്തു. പാട്ടിനിടയ്ക്ക്, ആരാധനയുടെ ഇടയ്ക്ക് ഞാൻ വാവിട്ട് കരഞ്ഞു. അപ്പോൾ എൻ്റെ ഹൃദയത്തില് കോടതി വരാന്തയിൽ വെച്ച് എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച അതേ ആ ഒരു ഹീറ്റ്, ഒരു ടെമ്പറേച്ചറാണ് എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചത്. അതിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ അന്ന് ഉണ്ടായതുപോലെ ഒരു മുഴക്കം എനിക്കുണ്ടായി, നീ ദൈവസന്നിധിയിൽ വിശ്വസ്തനല്ല എന്ന്. ദൈവത്തിന്റെ സന്നിധിയിൽ നീ വിശ്വസ്തനല്ല എന്നുള്ള ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നത് പോലെ എനിക്കൊരു തോന്നൽ. ഞാൻ വീണ്ടും നിലവിളിക്കുവാനിടെ തീർന്നു. ആ സമയത്ത് റിപ്പീറ്റിംഗിൽ എൻ്റെ ഹൃദയത്തിലുണ്ടായി, യു ആർ നോട്ട് ക്വാളിഫൈഡ് ടു ഡു ദ ഗോഡ്സ് മിനിസ്ട്രി. ദൈവത്തിന്റെ വേലയിൽ നീ വിശ്വസ്തനല്ല. ഞാൻ മാതിയേക്കോ സാറിന് പറഞ്ഞു, സാറേ എനിക്ക് പുറത്തു പോകണം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഇല്ല, ജെയിംസ് സാറാണ്, ജെയിംസ് സാർ വഴക്ക് പറയും, സാറിന് അറിയാമല്ലോ, സാർ വഴക്ക് പറയും, ആർക്കും ചാപ്പലിന് പുറത്ത് പ്രാർത്ഥന കഴിയാതെ പോകാൻ പാടില്ല എന്ന് സാർ എന്നോട് പറഞ്ഞു. ഞാൻ സാറിനോട് വളരെയധികം റിക്വസ്റ്റ് ചെയ്തു, സാറ് ഞാൻ 5 മിനിറ്റ്സിനുള്ളിൽ റൂമിൽ പോയിട്ട് ഓടി വരാം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ സാർ എന്നെ പെർമിറ്റ് ചെയ്തു. ഞാൻ എൻ്റെ റൂമിൽ മടങ്ങി വന്ന് ഈ 200 രൂപ എടുത്തു കൊണ്ടുപോയി ചാപ്പലിൽ വെച്ച് തന്നെ തീരുമാനമെടുത്തു, ബൈബിളിൽ വെച്ചിട്ട് തീരുമാനമെടുത്തു, കർത്താവെ, ആയുഷ്കാലം മുഴുവൻ ഇനി സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരു രീതിയിലും സാമ്പത്തികത്തിൽ ഞാൻ അവിശ്വസ്തനായി തീരത്തില്ല. ഞാൻ മരിച്ചാലും ജീവിച്ചാലും സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ അവിശ്വസ്തനായി തീരത്തില്ല. കർത്താവെ, എന്നെ തള്ളിക്കളയരുതേ, കർത്താവിന്റെ പേരിൽ എന്നെ തള്ളിക്കളയരുതേ എന്ന് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ ലീഡറിന്റെ കയ്യിൽ ഞാൻ 500 രൂപയും കൊടുത്തു. ഞാൻ 500 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം പീസ്, സമാധാനം, സന്തോഷം.
ആ ആരാധനയിലുണ്ടായി. വളരെ സന്തോഷത്തോടെ ഞാൻ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര്, ചിലര് എന്റെ സ്നേഹിതരായ പലരും പറഞ്ഞു, എന്തോ മഹാപാപം ചെയ്തിട്ടാണല്ലോ അവിടെ ഇരുന്ന് കരഞ്ഞ് എന്നുള്ള ചോദ്യങ്ങളും കമന്റ്സും എനിക്കുണ്ടായി. അപ്പോഴെല്ലാം എനിക്കിത് പറയാനായിട്ട് പറ്റാതെ വന്നുപോയി. അവരെല്ലാം കണ്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കാണുന്നതല്ലല്ലോ യാഥാർത്ഥ്യമായിട്ടുള്ള ജീവിതങ്ങൾ. അതെല്ലാം നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും അല്ല ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത്. അതിന്റെ ജീവിതത്തിന് വളരെ പ്രത്യേകത ഉണ്ട്. എന്നെ കേൾക്കുന്ന മനസ്സുകൂർത്തെ, താങ്കളെ ആരെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾ ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം താങ്കളുടെ ജീവിതത്തിന് വലിയ മാറ്റം വരുത്തുന്നുള്ള യാതൊരു സംശയമില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയായിരിക്കും. നമ്മൾ അത് കെയർ ചെയ്യാതിരുന്നാൽ മതി. ഞാൻ വീണ്ടും എന്റെ പഠന ജീവിതം മുന്നോട്ട് പോയപ്പോൾ എന്റെ ഫീസ് അടയ്ക്കേണ്ട ടൈം ഓൾമോസ്റ്റ് കഴിഞ്ഞു. എനിക്ക് ഫീസ് അടയ്ക്കുവാനില്ലാതെ 2-3 ആവർത്തി എന്നെ വിളിക്കുവാനുണ്ടായിരുന്നു ഓഫീസിലോട്ട്. ഒന്ന് രണ്ട് അവസാനം വിളിച്ചതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ മധ്യ സാറ് തന്നെ ഒന്ന് അനൗൺസ്മെന്റ് ചെയ്തു, അനിൽ പ്ലീസ് കം ടു ദ ഓഫീസ്. ഞാൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു റെസിപ്റ്റ് എടുത്ത് തന്നിട്ട് പറഞ്ഞു, അനിൽ, somebody pay your ഫസ്റ്റ് സെമസ്റ്റർ പേയ്മെന്റ് 25,000 rupees എന്നുള്ള ഒരു റെസിപ്റ്റ് എനിക്ക് 25,000 രൂപ ഒരാളോ എനിക്ക് വേണ്ടി പേ ചെയ്യും. എന്നിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ടായി. കർത്താവിന്റെ മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ അവിടെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ സന്നിധിയിൽ 200 രൂപയ്ക്ക് വേണ്ടി ഞാൻ അവിശ്വസ്തത കാണിച്ചു. ദൈവത്തോട് ഞാൻ ഉടമ്പടി ചെയ്തതിൽ അവിശ്വസ്തത കാണിച്ചു. പ്രിയരെ, ആ അവിശ്വസ്തത അത് പാപമാണെന്ന് ബോധ്യം വരുത്തി ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഞാൻ ഒരു ക്രമീകരണം പ്രാപിച്ച് എന്റെ ജീവിതത്തിൽ ആ പണം തിരികെ ഏൽപ്പിച്ചിട്ട് അസ്വസ്ഥമായി തീർന്നു കഴിഞ്ഞപ്പോൾ സ്വസ്ഥത നൽകുന്ന ദൈവം എനിക്ക് ആ വർഷത്തേക്ക് ഫുള്ള് സ്വസ്ഥത. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ തീരുമാനിച്ചു, കർത്താവ് അന്നും ഇന്നും കർത്താവ് അനന്യനാണ്, കർത്താവ് ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ് കർത്താവ് യേശു. അതിനുശേഷം ഞാൻ വീണ്ടും എന്റെ പ്രാർത്ഥന, എനിക്ക് അല്പസ്വല്പമൊക്കെ ഇംഗ്ലീഷിലൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. എന്നോട് പലരും സ്നേഹിക്കുവാൻ തുടങ്ങി, എന്നെ മനസ്സിലാക്കുവാൻ തുടങ്ങി. പ്രിയരെ, നമ്മൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വേണ്ടി സൈഡ് മുഴുവൻ കറക്റ്റ് ആക്കുന്ന കർത്താവുണ്ട്. നമുക്ക് വേണ്ടി ആളുകളെ കറക്റ്റ് ചെയ്യുന്ന കർത്താവുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ പ്രാപ്തിക്കൊത്തവണ്ണം ഇംഗ്ലീഷ് പറയാൻ തുടങ്ങി. പിന്നെ എന്റെ ഹൃദയത്തിൽ ഈ തെറ്റാണെങ്കിലും ഇംഗ്ലീഷുകൾ പറയുവാനായിട്ടുള്ള ആഗ്രഹമുണ്ടായി, പ്രവണതയുണ്ടായി. എന്റെ പഠനത്തിന് മുന്നോട്ട് പോയി. അവിടെ എനിക്ക് വർക്ക് സ്കോളർഷിപ്പില് ബഹുമാനായ ഇന്ന് കർത്തസനിലായിരിക്കുന്ന ജോസിച്ചായന് കൃപ തോന്നി. ആ കോളേജിന്റെ ഫൗണ്ടറിന്റെ മൂത്ത മകനാണ്, ടൈറ്റസ് അങ്കിളിന്റെ മൂത്ത മകനാണ്, ലേറ്റ് അപ്പോസ്റ്റൽ PJ ടൈറ്റസ് അങ്കിളാണ്. അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ് ജോസ് ചായൻ. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പിതാവിനെ പോലെ തന്നെ സ്നേഹമുണ്ടായിരുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് ജോസ് ചായൻ. വളരെ ചിരിച്ച് എല്ലാം ഫ്രീ ആയിട്ട് കൂളായിട്ട് ഡീൽ ചെയ്യുന്ന ജോസ് ചായന്റെ ഹൃദയത്തില് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടിട്ട് എന്നെ ആ 3 വർഷവും ഫുള്ള് സ്പോൺസർ ചെയ്യുവാനായിട്ട് കർത്താവിന്റെ കൃപ തോന്നി. ഈ സമയങ്ങളിലും ഞാൻ ഉപവസിക്കുമായിരുന്നു. പ്രിയരെ, ഞാൻ ഓർക്കണമേ ഞാൻ ഈ 10 ദിവസമൊക്കെ ഉപവസിക്കും. അപ്പൊ അവിടെ തന്നെ ജോസ് ചായൻ എനിക്ക് അവിടെ ഈ കോളേജിൻ്റെതായിട്ടുള്ള മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റില്, ബസ് ഡിപ്പാർട്ട്മെന്റില് മെക്കാനിക്കൽ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് ഒരു അവസരം ഒരുക്കി തന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഏകദേശം 8 ദിവസമൊക്കെ ഫുൾ ഫാസ്റ്റിംഗ് ഇരുന്നിട്ട് ഞാൻ ആ ബസിന്റെ അടിയിൽ കയറി ടയറെല്ലാം ഉയർത്തുന്ന സമയത്ത്, ജാക്കി വെച്ച് ഉയർത്തുന്ന സമയത്ത് എന്റെ കൈകൾക്ക് ബലമില്ലാതെ വന്നിട്ടുണ്ട്. എന്റെ ഏറ്റവും ഇന്റിമേറ്റ് ആയിരുന്ന കോളേജിൽ ഒരു മാന്യ വ്യക്തിയായിരുന്നു ഒരു സഹോദരൻ, ബിനു എന്ന് പറയുന്ന സഹോദരൻ. ആ പ്രിയപ്പെട്ടവൻ എനിക്ക് വൈകുന്നേരം ഒരു ഗ്ലാസ് ചായയുമായിട്ട് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചായ ഞാൻ ഈ വർക്ക്ഷോപ്പിൽ നിൽക്കുമ്പോൾ കൊണ്ടു തരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ആശാനെ നിന്ന് അദ്ദേഹം സ്നേഹം. അദ്ദേഹം പറയുന്ന ഒന്നുണ്ട്, ആശാനെ, ഇപ്പൊ ഉപവസിച്ച് ഈ ജാക്കി വെച്ച് ഉയർത്തുന്ന ഇതിന്റെയൊക്കെ മറുപടി സ്വർഗത്തിൽ ദൈവം തരും കേട്ടോ, ദൈവം തരുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഒത്തിരി എന്നെ സ്നേഹിക്കുന്ന വളരെ ആത്മാർത്ഥതയുള്ള ഒരു കർത്താവിന്റെ ദാസനാണ്. ഞാനത് കഴിക്കുമ്പോഴെല്ലാം എനിക്ക് ആ വാക്ക്, ആ ടീയുടെക്കാളും പവർ നൽകുന്നതാണ് അദ്ദേഹത്തിന്. വളരെ ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്ന സെക്കൻഡ് ഇയറോ തേർഡ് ഇയർ വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു രോഗം എന്നെ പിടികൂടുവാനെടുത്തു. എൻ്റെ ശരീരത്തില് പെട്ടെന്നൊരു ദിവസത്തില് ശരീരം മുഴുവൻ നീര് കയറി. എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റാതെ വന്നു. രാവിലെ നോക്കുന്ന സമയത്ത് എന്റെ കണ്ണാടി നോക്കി എന്റെ മുഖമെല്ലാം നീര് വെച്ച്, എന്റെ കാലിനും നീര് വെച്ച്, നീര് നിറഞ്ഞ് എനിക്ക്
എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ. പെട്ടെന്ന് മാതിയേക്കും സാറിനെ വിളിക്കുന്നു. അങ്ങനെ ഞാൻ എന്നെ അവിടെ അടുത്തുള്ള ആ ക്യാമ്പസിൽ തന്നെയുള്ള ഹോസ്പിറ്റലിലോട്ടേക്ക്, ജ്യോതി ഹോസ്പിറ്റലിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു. അവർ ട്രീറ്റ്മെന്റ് നടത്തി. അതിനുശേഷം എന്നെ അപ്പോളോ ഹോസ്പിറ്റലിൽ ജോസ്റ്റാൻ എന്നെ കൊണ്ടുപോയി അവിടെ അല്പം ട്രീറ്റ്മെന്റ് തന്നതിന് ശേഷം എനിക്ക് എന്നെ ജ്യോതി ഹോസ്പിറ്റലിൽ, ക്യാമ്പസിലെ ഹോസ്പിറ്റലിലോട്ട് തന്നെ എന്നെ വീണ്ടും ഷിഫ്റ്റ് ചെയ്തു. അവിടെ അവർ കൺക്ലൂഡ് ചെയ്തു എന്റെ കിഡ്നിക്കെല്ലാം പ്രോബ്ലമായി, എനിക്ക് പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലായി. ഒത്തിരി കരയുവാനിടയത്ത്, ഒത്തിരി പ്രാർത്ഥിക്കുവാനിടയത്ത് എവിടെയാണ് എനിക്ക് ഫോൾട്ട് പറ്റിയത്, എവിടെയാണ് എൻ്റെ ജീവിതത്തിന് കുഴപ്പം പറ്റിയത്, എന്താണ് ഞാൻ തെറ്റായിട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം. എനിക്ക് ദൈവം തന്ന വാക്തത്വങ്ങൾ നിറവേറ്റുവാൻ പറ്റും, സുവിശേഷ വേലയിൽ എനിക്ക് പ്രയോജനപ്പെടുവാൻ പറ്റുമോ എന്നുള്ള ഒത്തിരി വേദന എൻ്റെ ജീവിതത്തിലുണ്ടായി. ഈ സമയങ്ങളിൽ നിരവധി എൻ്റെ ബഹുമാനിയായ അധ്യാപകര് വന്ന് പ്രാർത്ഥിക്കുകയും എന്നെ സ്നേഹിക്കുന്ന ഒരു പ്രാർത്ഥിക്കുകയും എല്ലാം, ഒത്തിരി പ്രാർത്ഥനയെല്ലാം ചെയ്യുന്നുണ്ടായി. അവിടെ യേശുദാസ് സാർ എന്ന് പറയുന്ന ഒരു ബഹുമാന കർത്താവിന്റെ ദാസൻ, അദ്ദേഹത്തിന്റെ സാമ്പത്തികവും സമയവും വേർതിരിച്ച് എന്നെ ടെസ്റ്റിനും അതുപോലെ തന്നെ സ്കാൻ ചെയ്യുവാനെല്ലാം അദ്ദേഹം ഒത്തിരി സമയം ചെലവഴിച്ചു. അതുപോലെ തന്നെ സാബുക്യവും എന്ന് പറയുന്ന ബഹുമാന്യ ദാസൻ, എന്നെ പഠിപ്പിച്ച എല്ലാ കർത്താവിന്റെ ദാസന്മാര് അവര് ഒത്തിരി പ്രാർത്ഥിക്കുവാനും എനിക്ക് വേണ്ടി കെയർ ചെയ്യുവാനായിട്ട് ദൈവത്തിന് കൃപ തോന്നി. അവസാനം എന്നെ ഭവനത്തിലേക്ക് തിരിച്ചയക്കുവാനായിട്ട്, പാക്ക് ചെയ്ത് അയക്കുവാനായിട്ട്, അടിമാലിയിലോട്ട് റിട്ടേൺ ചെയ്യുവാനായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിയ സമയത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് വേണ്ടി സമയം ഒരാഴ്ച കൂടി എനിക്ക് വേണ്ടി സമയം ഇവിടെ തരുമാറാകണമേ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 3 ദിവസം പൂർണ്ണമായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ കർത്താവ് എനിക്ക് പ്രേരണ നൽകി. ഞാൻ വീണ്ടും ദൈവസന്നിധിയിൽ നിങ്ങളോട് പറയുന്നു, ഉപവാസത്തിന് ശക്തിയുണ്ട്, ഉപവാസത്തിന് ശക്തിയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉപവസിക്കുന്നതിന് ശക്തിയുണ്ട്. അത് വചനം പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരു തീരുമാനമെടുത്ത് യേശു ക്രിസ്തുവിനോട് മുന്നിൽ തുറന്നു ഉപവസിക്കുന്നതിന് ശക്തിയുണ്ട്. ഞാൻ അതിന് സാക്ഷിയാണ്. ഞാൻ ഈ 3 ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് തന്നെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, കരയുമായിരുന്നു. കർത്താവേ, എന്നെ കർത്താവേ, എന്റെ ജീവിതത്തിന് ദൈവമേ എന്നെ സൗഖ്യമാക്കണം, എനിക്ക് ജീവിതം തരുമാറാകണമേ, സൗഖ്യമാക്കണമേ. എനിക്കെല്ലാം ഫുഡെല്ലാം കൊണ്ടുവരുന്ന എൻ്റെ റൂംമേറ്റും ഒത്തിരി ചാപ്പലിൽ ദിനം പ്രതി രാവിലെയും വൈകുന്നേരം ചാപ്പലുകളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് മാറ്റം വരുത്തുവാനായിട്ട് ഒരു സെക്കൻഡും ഞാൻ വീണ്ടും പൗസ് ചെയ്ത് പറയുന്നു, ദൈവത്തിന് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ഒരു സെക്കൻഡ് മതി, ഒരു വാക്ക് മതി മാറ്റം വരുത്തുവാൻ. എത്ര വലിയ രോഗമാണെങ്കിലും അവയവങ്ങളെ സൃഷ്ടിച്ച യേശു കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ സൗഖ്യമായി എന്ന് ഞാൻ തന്നെ ക്ലെയിം ചെയ്ത്. അപ്പൊ അവര് പറഞ്ഞു, എന്നാ ടെസ്റ്റ് ചെയ്യണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ പോകാം എന്ന് പറഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രിയരെ, എൻ്റെ ശരീരത്തില് എല്ലാ കാര്യങ്ങളും ഏകദേശം ഓൾമോസ്റ്റ്, ക്രിയേറ്റിനൊക്കെ ഓൾമോസ്റ്റ് അത് നോർമൽ സ്റ്റേജിലേക്ക് കർത്താവ് ഡൗൺ ചെയ്തിച്ചുകൊണ്ടിരുന്നു. ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറി വളരെ സക്സസ് ആയിട്ട് എനിക്ക് ഗ്രാജുവേറ്റ് ചെയ്യുവാനായിട്ട് കർത്താവ് ആഗ്രഹം ചെയ്തു. ഇതിനിടയിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തു. എങ്കിൽ തന്നെയും ഞാൻ സമയത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അത് ചുരുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഓർക്കുന്നുണ്ട്, ദൈവത്തിന് വളരെ സക്സസ് ആയിട്ട് ഗ്രാജുവേറ്റോടെ എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ അതിനെ തികയ്ക്കും. ഈ കോളേജിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു ലോഡ് പ്രശ്നങ്ങളുമായിട്ട്, ഒരു ഫുൾ ഭാണ്ഡക്കെട്ടുമായിട്ട്, ചോദ്യങ്ങളും സംശയങ്ങളും അതുപോലെ തന്നെ പരാതികളുമായിട്ട് ഒരു ഭാണ്ഡക്കെട്ടുമായിട്ട് കോളേജിൽ പ്രവേശിച്ചു. അതിനുശേഷം കർത്താവിന്റെ കൃപ തോന്നി, സർവശക്തനായ കൃപാലുവാകുന്ന യേശു കർത്താവിന് ദയ തോന്നി, എന്റെ മേൽ അദ്ദേഹം ചൊരിഞ്ഞു. എനിക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഗ്രാജുവേറ്റ് ചെയ്യുവാനായിട്ട് എല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്തു. ഒന്നിനും ഞാൻ കഷ്ടപ്പെടേണ്ടതായിട്ട് ദൈവം അനുവദിച്ചില്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ വിശ്വസ്തയാൽ എല്ലാം ദൈവം എനിക്ക് പ്രൊവൈഡ് ചെയ്ത് എന്റെ ഗ്രാജുവേറ്റ് സമയത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട് ഗ്രാജുവേറ്റ് ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം നൽകി. അതിനുശേഷം ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുവാനായിട്ട് കടന്നുപോയി, എൻ്റെ MD കോഴ്സ് ചെയ്യുവാനായിട്ട്. അവർക്കെണ്ണമേ ഞാൻ മടങ്ങി വീണ്ടും അടിമാലിയിൽ വന്നതിന് ശേഷമാണ് അവിടെ പോകുന്നത്. അപ്പൊ അടിമാലിയിൽ വരുന്ന 2 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ കോളേജിന്റെ അഡ്മിഷൻ ലെറ്റർ ഒക്കെ അതിന് വേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചു. ഞാൻ അടിമാലിയിൽ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് അഡ്മിഷൻ കോളിങ് വന്നു. ഞാൻ നമ്മുടെ ചർച്ചുമായിട്ട് ചേർന്ന്
ഒരു 3 ദിവസം ഫാസ്റ്റിങ്, ഒരു ദിവസം ചർച്ചിലും 2 ദിവസം എന്റെ ഭവനത്തിലും വെച്ച് ഫാസ്റ്റിംഗ് നടത്തി ഒരുങ്ങി ഞാൻ അവിടെ കോളേജിൽ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കണമേ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊറിയൻസ് ബൈബിൾ കോളേജാണ്. ഈ കൊറിയൻസ് ബൈബിൾ കോളേജില് എല്ലാവരും എന്റെ മുന്നിലൂടെ പണം കൗണ്ട് ചെയ്തിട്ട് അവർ പേയ്മെന്റ് നടത്തി അഡ്മിഷൻ എടുക്കുന്നു. എന്റെ കയ്യിൽ 25,000 അറ്റ് പ്രസന്റിൽ അടയ്ക്കേണ്ടതാണ്. എന്റെ കയ്യിൽ 4,000 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. 4,000 റുപ്പീസ് ഉണ്ടായിരുന്നുകൊണ്ട് എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞ സമയത്ത് അവർ നോക്കിയ മേഖലകളിലെല്ലാം കർത്താവ് അല്പം സ്വല്പം നല്ല രീതിയിൽ ചെയ്തെടുക്കുവാൻ കർത്താവ് ഇടയാക്കി. എന്നാൽ എനിക്ക് പേയ്മെന്റിന്റെ കാര്യത്തിൽ വന്നപ്പോൾ അല്പം പ്രോബ്ലം ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു, അനിൽ നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷത്തേക്ക് അനിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ തരാം. ഈ ഒരു വർഷം അനിൽ എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ചിട്ട് നെക്സ്റ്റ് വർഷത്തിലേക്ക് ഒരുങ്ങി വരുവാനായിട്ട് അവര് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നല്ല പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. 5 o'clock വരെ ടൈമുണ്ട്. 5 o'clockനുള്ളിൽ പണമായിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഫസ്റ്റ് പ്രയോറിറ്റി താങ്കൾക്ക് നൽകാം എന്നുള്ള ഒരു മറുപടി എനിക്ക് നൽകി. പ്രിയരെ, ഞാൻ അവിടെ മാറിയിരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒത്തിരി പേര് അഡ്മിഷൻ വാങ്ങിച്ചു. ദൈവത്തോട് ബ്രോക്കൺ ഹാർട്ടായിട്ട് പറഞ്ഞു, കർത്താവെ സാമ്പത്തികമാണ്, കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, അവിടുത്തെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം അവിടുന്ന് തന്റെ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ തീർത്തു തരുമെന്ന് പറയുന്നുണ്ടല്ലോ, എനിക്കിവിടെ പഠിക്കുവാൻ ഒരു അവസരം നൽകുമാറാകട്ടെ. ഇതേ വർഷം തന്നെ ഇവിടെ പഠിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ എനിക്ക് അവസരം നൽകുമാറാകണമേ എന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന ചുവരിൽ ഞാൻ കൈവച്ചിട്ട് കർത്താവിൽ പ്രാർത്ഥിക്കുവാൻ എനിക്കൊരു പ്രേരണ ഉണ്ടായി. കർത്താവിന്റെ നാമത്തിൽ ഒരു പണവും മുടക്കാതെ ഞാൻ ഇവിടെ പഠിക്കും, ഗ്രാജുവേറ്റ് ചെയ്യും, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു അടയാളമായി സംഭവിക്കും എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. 5 മണിയായി കഴിഞ്ഞപ്പോൾ പിയോൺ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ പുറത്തിറക്കി. ഞാൻ എനിക്ക് തോന്നുന്ന ഐലൻഡ് എക്സ്പ്രസ് ഏകദേശം ഒരു 10:45 9:45 10:45 ആ ട്രെയിനിൽ ഞാൻ മടക്കയാത്ര ആലുവയിലേക്ക് മടക്കയാത്ര ചെയ്യുന്ന സമയത്ത് ഈറോഡ് എന്ന് പറയുന്ന ഭാഗത്ത് വന്നപ്പോൾ ഒരു ദിൽഖുഷും ഒരു കപ്പ് ടീയും കഴിക്കുവാനായിട്ട് വാങ്ങിച്ചു. ഈ സമയത്ത് എന്റെ ഹൃദയത്തിൽ ഇൻസ്പിറേഷൻ ഉണ്ടായി. എന്റെ ആദ്യത്തെ ഉപവാസ പ്രാർത്ഥനയിലെ കർത്താവ് യേശുവിനെ കണ്ടുമുട്ടിയത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഉപവസിച്ചുകൂടാ ചില ദിവസങ്ങൾ? ഞാൻ ആ ടീ കുടിച്ചിട്ട് ദിൽഖുഷ് അടുത്തിരുന്ന ആൾക്ക് കൊടുക്കുവാനായിട്ട് അവിടെ വെച്ച് ഞാൻ ഉപവാസം സ്റ്റാർട്ട് ചെയ്തു. എന്റെ സ്വഭവനത്തിൽ ഞാൻ മടങ്ങി വന്നു. പ്രിയരെ, മടങ്ങി വന്നപ്പോൾ അന്ന് ലാൻഡ് ഫോൺ ഉണ്ട്. ലാൻഡ് ഫോണിൽ എന്റെ ചർച്ച് പറഞ്ഞു, ഏതായാലും ഇതായിരിക്കും ദൈവത്തിന്റെ പദ്ധതി, അതുകൊണ്ട് നമുക്കിവിടെ ഒരു വർക്ക് തുടങ്ങാം എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നെ എൻകറേജ് ചെയ്തു. എന്റെ സ്നേഹിതരെല്ലാം വിളിച്ച് ഞാൻ അറിയിച്ച സമയത്ത് പറഞ്ഞു, പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു. പിറ്റേ ഞായറാഴ്ച ഞാൻ അതേ ചർച്ചിൽ പോകുന്നു. ശ്രദ്ധിക്കണമേ, തലേ ഞായറാഴ്ച, അതിന്റെ പിന്നിലെ ഞായറാഴ്ച ഞാൻ ഇവിടെ സാക്ഷി പറഞ്ഞതാണ്, ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്നു, അഡ്മിഷൻ കറക്റ്റ് ആയെന്ന്. പിറ്റേ ഞായറാഴ്ച അതേ സഭയിൽ ഞാൻ സാക്ഷി പറയാൻ വന്നിരുന്നപ്പോൾ ഒത്തിരി വേദനപ്പെടുവാനെത്തും. നിങ്ങൾ ഓർക്കണം, അങ്ങനത്തെ ഒരു സാഹചര്യം ദൈവത്തിന് കഴിഞ്ഞ അത് ദൈവിക പദ്ധതി ആയിരുന്നു എന്നുള്ള തീരുമാനം. അന്ന് കർത്തൃമേശ ഉണ്ടായിരുന്നു, കർത്തൃമേശ എടുത്തു. എന്റെ സംഭവനത്തിൽ വന്നപ്പോൾ എന്റെ മാതാപിതാക്കൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കൂ. ഞാൻ പറഞ്ഞു, വേണ്ട, ഇത് ഉപവാസമാണെന്ന്. പ്രിയ സ്നേഹിത, നമ്മുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, ഞാൻ താങ്കളോട് പറയുന്നത്, ദൈവത്തോട് ഒരു ഉടമ്പടി ഉപവാസത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടി ഉപവാസത്തിൽ ചെയ്ത സമയം വരെ ഉപവസിക്കുവാൻ നമുക്ക് പ്രേരണ ഉണ്ടാകും. അതിനിടയിൽ വരുന്ന ഒരു ബ്രേക്കിങ് നമ്മൾ അത് ചെയ്തു കൊടുക്കുവാൻ സന്നദ്ധരായി തീരരുത്. എന്ത് വന്നാലും അത് ബ്രേക്ക് ചെയ്യരുത്. ആ ഉപവാസം ദൈവമായിട്ട് ഉടമ്പടി ചെയ്തതാണ്, സർവശക്തനായ യേശു ക്രിസ്തുവായിട്ട് ഉടമ്പടി ചെയ്ത ഉപവാസമാണെങ്കിൽ ആ ഉപവാസം ആ ടൈം വരെ നമ്മൾ വളരെ പ്രാർത്ഥനയോട് കൂടി അത് ഫുൾഫിൽ ചെയ്യുന്നെങ്കിൽ അതിന് തീർച്ചയായിട്ടും മറുപടി ഉണ്ട്. അന്ന് വൈകുന്നേരം ഞാൻ അന്ന് ആഫ്റ്റർനൂൺ ഭക്ഷണം കഴിച്ചില്ല. ദൈവസന്നിധിയിൽ അല്പം നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഈവനിങ്ങിൽ ഏകദേശം ഒരു 5 o'clock ആയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. എന്റെ മാതാവ് പറഞ്ഞു, മോനെ, അന്ന് ലാൻഡ് ഫോൺ എന്റെ വീട്ടിലുണ്ട്. അന്ന് എന്റെ മാതാവ് പറഞ്ഞു, മോനെ, അത് ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞു. ഞാനത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കോളേജിന്റെ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ അനിൽ, യു കം ടു ദ ബാംഗ്ലൂർ ഫോർ ദ MD കോഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ, എനിക്ക് പണം അടയ്ക്കുവാനായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട്, യു നോ നീഡ് ടു പേ എനി സിംഗിൾ മണി അറ്റ് ഓൾ വിത്തൗട്ട് യുവർ പേഴ്സൺസ്. ഐ വിൽ നോട്ട് സ്റ്റാർട്ട് ദ MD കോഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിന്നെ കൂടാതെ MD കോഴ്സ് ഞങ്ങൾ തുടങ്ങത്തില്ല, നീ 1 രൂപ പോലും പേയ്മെന്റ് നടത്തുന്ന. കർത്താവിന്റെ മഹത്വം. അവര് 3 മണി തൊട്ട് 4 മണി വരെ ഒരു കൊറിയൻസ് ഗാദറിങ് അവർക്കുണ്ട് ബാംഗ്ലൂരിൽ. ആ കൊറിയൻസ് ഗാദറിങ്ങില്
ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു എന്നെ തിരിച്ചു വിളിക്കുവാനായിട്ട്. ഞാൻ താങ്കളോട് പറയുന്നു, കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ല സുഹൃത്തേ. കർത്താവായ യേശു ക്രിസ്തുവിനാൽ അസാധ്യമായതൊന്നുമില്ല. കർത്താവ് പറയുന്നു, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. അന്ന് കർത്താവിന്റെ അടുക്കൽ ചെല്ലുവാനായിട്ട് എനിക്ക് ദൈവം എന്നോട് ഗൈഡ് ചെയ്തു. കർത്താവിന്റെ അടുക്കൽ പോകുവാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു, ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ കോളേജില് മനസുഹൃത്ത് വളരെ എക്സലന്റ് ആയിട്ട് ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡിൽ പഠിച്ച് പുറത്തിറങ്ങുവാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. അവിടെ നിന്ന് കർത്താവ് പ്രൊവൈഡ് ചെയ്തു. നോക്കണം, അതിനുശേഷം എന്റെ മാരേജ്, എന്റെ ഗ്രാജുവേഷന് ശേഷം അടിമാലി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അപ്പം എന്റെ മാതാപിതാക്കൾ പറയുന്നുണ്ട്, ഏജ് അല്പം കടന്നുപോയി, ഏജ് അല്പം ക്രോസ് ചെയ്തു. ഒത്തിരി കമന്റ്സ് ഉണ്ടായി. എന്റെ ക്രിസ്ത്യൻ ഗോളത്തിന് ഒത്തിരി കമന്റ്സ് ഉണ്ടായത് ഇപ്രകാരമൊക്കെയാണ്. ചിലപ്പോൾ ഈ പല ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചതായതുകൊണ്ട് ചിലപ്പോൾ ആരെങ്കിലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാകാമല്ലോ എന്ന അമ്മയോട് ഇങ്ങനെ ഒരു സൂചന ചിലരിട്ട് കൊടുത്തു. അപ്പൊ അമ്മയ്ക്ക് അതിനോട് സംസാരിക്കുവാൻ മടിയായതുകൊണ്ട് അമ്മ അത് വേറൊരു ഫ്രണ്ടിനോട് പറഞ്ഞ് അവരെന്നോട് എന്റെ കാതുകളിൽ എത്തിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയുള്ളതൊന്നും ഇല്ല എന്ന രീതിയിൽ ഞാൻ അത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞു. എന്നാലും എന്റെ മാതാപിതാക്കൾക്ക് വളരെ വേദന ഉണ്ടായിരുന്നു എന്റെ മാരേജ് ശരിയാകാത്തതിന്റെ പേര്. ചിലരെല്ലാം ചില മേഖലകളിലെല്ലാം മാരേജിന് തടസ്സങ്ങളുണ്ടായി. ഞാൻ ഒന്ന് രണ്ടെണ്ണം കണ്ടത്, അതെല്ലാം മറ്റുള്ള കാരണങ്ങളില് ലോകമല്ലേ, മനുഷ്യരല്ലേ, അവർക്കെല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാമല്ലോ. ഒരു പ്രയോജനം ഉണ്ടായില്ലെങ്കിലും ചിലരെല്ലാം നമുക്കറിയാമല്ലോ, ലോകമല്ലേ, എതിർപ്പുകൾ നിൽക്കാം, അതൊക്കെ സ്വാഭാവികമാണ്. അതിനൊന്നും നമ്മൾ വില കൊടുക്കാതെ ഒന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് എന്ത് സംഭവിക്കണോ, എന്ത് ജീവിതത്തിൽ നേരിടണമോ, എന്ത് പിൻപറ്റണമോ, കർത്താവിൽ ആശ്രയിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക, കർത്താവ് ഫുൾഫിൽ ചെയ്യും. അതിനങ്ങനെ പറയുന്നത്, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധ്യമാകും. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം തന്ന പ്രാപ്തിക്കൊത്തവണ്ണം പ്രാർത്ഥിക്കുവാനും എന്റെ മാരേജിന് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുവാനിടെ തന്നു. കർത്താവ് എനിക്കൊരു ഒരു ഇൻസ്പിറേഷൻ തന്നു. ഇങ്ങനെ തമിഴ്നാട്ടിൽ പോയി പ്രവർത്തിക്കുവാനായി വളരെ വേദനയോടുകൂടി ഒരു ഭവനത്തില് തമിഴ്നാട്ടിലെ കള്ളക്കുറിശി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പ്രവർത്തിച്ചു. ആ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കർത്താവിന്റെ ദാസന്മാര് ചില നാളുകൾ കഴിഞ്ഞ ശേഷം എന്നെ കുറിച്ച് പറഞ്ഞത്, ഇവന് പൈത്യം പിടിച്ചതാണ് എന്ന് പറഞ്ഞാൽ തമിഴിൽ ഒരു വാക്കാണ് പൈത്യം. പൈത്യം എന്ന് പറഞ്ഞാൽ അത് മലയാളത്തില് എനിക്ക് തോന്നുന്ന ഭ്രാന്ത് പിടിച്ച ഒരു വ്യക്തിയാണെന്നാണ്. അതിന്റെ എനിക്ക് ശരിയായ ട്രാൻസ്ലേഷൻ അറിഞ്ഞൂടാ, ഏകദേശം അത് സിമിലറാണ്. പൈത്യം പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ. അപ്പോ കാരണം അവരുടെ ഭാഗത്ത് തെറ്റില്ല. കാരണം എനിക്ക് ഒരു ഡിനോമിനേഷന്റെ സപ്പോർട്ടില്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല, അത്യാവശ്യം ഡിഗ്രി ബൈബിൾ കോളേജിലെ ഡിഗ്രികൾ പഠിച്ചിട്ടുണ്ട്, തമിഴ് വായിക്കാൻ അറിഞ്ഞുകൂടാ, എഴുതാൻ അറിഞ്ഞുകൂടാ, സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. പിന്നെ എന്തോന്നാണ് ഇവിടെ ചെയ്യുവാനുള്ളത് എന്നുള്ളൊരു ചോദ്യത്തിലായിരിക്കാം ഓൾമോസ്റ്റ് എല്ലാവരും. അവർ ചോദിച്ചില്ലെങ്കിൽ അവർ പക്ഷേ അത്ഭുതമുള്ളൂ. എന്തോ ആകട്ടെ, ഇതെല്ലാം കിട്ടിക്കൊണ്ട് ഞാൻ അവിടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആ മുറിക്കകത്തിരുന്ന് ബോസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ഓർക്കുന്നുണ്ട്, ചില പാസ്റ്റേഴ്സ് മീറ്റിങ്ങില് പലരും എനിക്ക് കൈ തരുവാനായിട്ട് മടിയുണ്ടായിരുന്നു. അവരെല്ലാം കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറയുന്നത് പൈത്യം പിടിച്ച ആളാണ് എന്ന് പറഞ്ഞ രീതിയിലെല്ലാം ഒത്തിരി വേദന എനിക്ക് അങ്ങനെ ഉണ്ടായിട്ട് അത് കൈ തരാതെ പോകുന്നു. ഞാൻ ഭക്ഷണം കഴിക്കും, എല്ലാവരും കയറുന്ന ക്യൂവിൽ നിന്നുകൊണ്ട് ഞാൻ ഭക്ഷണവും കഴിക്കും. എന്നിട്ട് ഞാൻ വചനം അറിയാവുന്ന രീതിയിൽ കൈയെല്ലാം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യും. എനിക്കതിലൊന്നും പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അവിടെ ഒരു കർത്താവിന്റെ ദാസനും കുടുംബത്തെ കർത്താവ് ഉപയോഗിച്ചു. ഇതുപോലെ കൊടിയനല്ലൂര് ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസനും ദാസിയെ കർത്താവ് ഉപയോഗിച്ചു. ഞാനൊരു 21 days ഫാസ്റ്റിംഗ് ഇരിക്കുന്ന സമയത്ത് ഒരു ചർച്ചില് എന്റെ 21 days ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഒരു കർത്താവിന്റെ ദാസൻ അവിടെ ഉണ്ടായിരുന്ന ജോൺസ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് കൊടിയനല്ലൂര് പ്രാർത്ഥനയ്ക്ക് പോകാൻ. അവിടെ ബസ് കയറി ചെന്ന സമയത്ത് ആ സമയം അത് തെറ്റിപ്പോയായിരുന്നു, ടൈം ഒരല്പം തെറ്റിപ്പോയി. ഞാൻ ലേറ്റ് ആയി. ചെന്ന സമയത്ത് നല്ല ആരാധന നടക്കുന്നു. ആ സമയത്ത് എന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇൻസ്പയർ ചെയ്യുന്നു, അവിടെ പോയി പ്രാർത്ഥിക്കുക, അവിടെ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്ന് പ്രാർത്ഥിക്കുവാനായി. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല. എന്റെ സമയം തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഒരു പാട്ടുപാടി ആരാധിക്കാം. വീണ്ടും പാട്ടുപാടി ആരാധിച്ചു. ആരാധനയുടെ സമയത്ത്
ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ പൊസസ്ഡ് ആയിട്ട് വരായിരുന്ന ഒരു ഒരു മാതാവ്, അതിന്റെ കാല് ഒരല്പം ഇങ്ങനെ ബെൻറ്റായിട്ട് ഇങ്ങനെ ഇരുന്ന ഒരു മാതാവ്. ആ മാതാവ് ഈവിൾ പൊസസ്ഡ് ആയിരുന്നു. അത് പെട്ടെന്ന് വയലന്റ് ആയി. അപ്പോഴെനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്തോ ചെയ്യുവാനുണ്ട് എന്ന്. കർത്താവിന്റെ സന്നിധിയിൽ അവിടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഐ സോ വിത്ത് മൈ ഓൺ ഐസ് അത് ആ ബെൻഡ് ആയിരുന്നത് ഇങ്ങനെ വിറച്ചുകൊണ്ടത് നിവരുവാനായിട്ട്. അതാണ് കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത ഫസ്റ്റ് മിറക്കിൾ. കർത്താവ് ഫസ്റ്റ് മിറക്കിൾ എന്റെ ജീവിതത്തിൽ ചെയ്ത. പ്രിയ സഹോദരങ്ങളെ, അവർക്കെന്നെ ഈ മീറ്റിംഗ് ഏകദേശം 1 മണിക്ക് തീരേണ്ട മീറ്റിംഗ് ഏകദേശം 3-3:30 വരെ നീണ്ടുപോയി. അന്ന് തന്നെ ആ പാസ്റ്റർ 3 days ഓഫ് കൺവെൻഷൻ അവിടെ എനിക്ക് വേണ്ടി ഒരുക്കുവാനായിട്ട്. ആ കൺവെൻഷനിൽ ഒത്തിരി പേരെ കർത്താവ് സൗഖ്യമാക്കി. യൂറിൻ പോകാതെ ട്യൂബ് ഇട്ടുകൊണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സഹോദരിയെ അവിടെ കൊണ്ടുവന്ന് അതെല്ലാം മീറ്റിങ്ങിനിടയിൽ അവർ വലിച്ചു കളഞ്ഞ് കർത്താവിൽ അത്ഭുത സൗഖ്യം പ്രാപിച്ച നിരവധി കുടുംബങ്ങൾ കർത്താവിലേക്ക് വരുവാനായിട്ട്. ഞാൻ കർത്താവിൽ മാന്യ സുഹൃത്ത്, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് പറയുന്നത്, ആശ്രയിക്കുന്നെങ്കിൽ നസനായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. വിശ്വസിക്കുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. പ്രവർത്തിക്കുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുക. കർത്താവ് മഹാത്ഭുതങ്ങൾ ചെയ്യുവാൻ കർത്താവ് ശക്തനാണ്. അതിനുശേഷം എന്റെ മാരേജിന്റെ പ്രോബ്ലം അവിടെ ഞാൻ 2 വർഷത്തോളം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു കൊടിയനല്ലൂർ കള്ളക്കുറിച്ചിയിൽ നിന്ന് ഉലകൻകാത്തൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ 6 കിലോമീറ്ററോളം ഞാൻ നടന്നു പോയിട്ടുണ്ട്. അങ്ങനെ വേല ചെയ്യുന്നത്. എനിക്ക് സൈക്കിള് പോലും ഇല്ലായിരുന്നു. അന്ന് കരുണാനിധി, അവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്ന കരുണാനിധി സാറ് ഈ +1ഉം +2ഉം പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സൈക്കിൾ കൊടുക്കും. അത് ചിലര് ആ സൈക്കിള് അത് മറ്റുള്ളവർക്ക് 500 rupees 1000 rupees ലഭിക്കുമായിരുന്നു. അതുപോലും വാങ്ങിക്കുവാനായിട്ട് അന്ന് എൻ്റെ കയ്യിൽ പണമില്ല. ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ ഒരു ബാഗ് ഉണ്ട്. ഒരു ബാഗിനകത്ത് ട്രാക്റ്റ് ബൈബിള്, ഒരു ബോട്ടിലിനകത്ത് വെള്ളം ശേഖരിച്ചുകൊണ്ട് നടന്നു പോകും. എന്നിട്ട് ഏതോ ഒരു പാസ്റ്റർ എന്നെ പഠിപ്പിച്ചു, ഇത് രക്ഷിപ്പിൻ പത്രിക എന്ന ട്രാക്റ്റുകള് കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് രക്ഷിപ്പിൻ പത്രിക, ഇത് പഠിച്ച് പാരുങ്ക എന്ന് തമിഴില് എന്നെ പഠിപ്പിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഈ ട്രാക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇത് വാങ്ങിച്ചിട്ട് ഞാനത് പറയും, രക്ഷിപ്പിൻ പത്രിക പഠിച്ച് പാരുങ്ക എന്ന് പറയുമ്പോൾ അവരെന്നെ മുഴുവനായിട്ട് നോക്കിയിട്ട് പറയുന്നു, മുതലിന് നീങ്ങളെ രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ വസ്ത്രധാരണം, എന്റെ രീതികളുണ്ട്, മുതലിന് നീങ്ങളെ രക്ഷ പ്രാപിക്കുക എന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിന് മറുപടി പറയാനാണ്. പക്ഷെ ഞാൻ ട്രാക്റ്റ് കൊടുക്കും. അങ്ങനെ ഞാൻ തിരിച്ച് പോരുമ്പോൾ ഈ 3 മരങ്ങളുടെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. ഒത്തിരി ആ സമയത്തും എനിക്ക് ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായിരുന്നു, പല വേദനകളും ഉണ്ടായിരുന്നു. എൻ്റെ മാതാവ് വല്ലപ്പോഴും ഫോൺ വിളിക്കും, ജ്യേഷ്ഠൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഞാൻ ഭവനത്തില് ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ദൈവം അവിടെ ഒരു റൈസ് ചെയ്ത് ഒരു വിശ്വസ്തനെ കർത്താവ് റൈസ് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടി, അദ്ദേഹമായിരുന്നു എൻ്റെ ട്രാൻസ്ലേറ്റർ. ഞാൻ അറിയാവുന്ന ഇംഗ്ലീഷിൽ പറയുമ്പോൾ അദ്ദേഹം അത് തമിഴിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്ന പ്രിയ ശ്രോതാക്കളോട് വളരെ സ്നേഹത്തോടെ പറയുന്നു, ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ ഒരു വിശ്വസ്തനെ ദൈവം ലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നെങ്കിൽ നമ്മൾ എവിടെയായിരുന്നാലും വിശ്വസ്തനായ ഒരാളെ കർത്താവിൽ നിയമിച്ചു. ആ മോൻ വളരെ സ്നേഹത്തോടെ എനിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യും. ഒരു ദിവസം ആ മോൻ സൈക്കിൾ ചവിട്ടി, അദ്ദേഹത്തിന് സൈക്കിളുണ്ട്, അദ്ദേഹത്തിന്റെ സൈക്കിൾ എവിടെ എൻ്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ പെട്ടെന്ന് വരുവാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ ഈ മല്ലിപ്പൂ ഉണ്ടാകുന്ന ഒരു ചെടിയുണ്ട്. ആ ചെടിയില് ആരോ എന്തൊക്കെയോ ഈ മന്ത്രങ്ങള് കെട്ടി തകിടെല്ലാം വെച്ച് നൂല് കെട്ടി ചുമന്ന ചന്ദനൂരിൽ തേച്ച് ചുമന്ന കുങ്കുമോലായിട്ട് ഈ ഇതിനകത്ത് ഈ ചെടിക്കകത്ത് വെച്ചിരിക്കുക. ആ ചെടി പുഷ്പിക്കുന്നില്ല, പൂവിടുന്നില്ല. അത് അവരുടെ ആകെ വരുമാനമായിരുന്നു, ആ കുടുംബത്തിന്റെ വരുമാനമായിരുന്നു ആ പുഷ്പം. അപ്പൊ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവിടെ ഇത് പ്രാർത്ഥിച്ച് ഇതിന് പൂവിടുന്നെങ്കിൽ ഈ കുടുംബം നിങ്ങൾക്ക് യേശു ദേവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ ഈ കുടുംബം തുറന്നു തരുമെന്ന് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കർത്താവിന്റെ നാമത്തിൽ ദൈവമേ ഇവിടെ ആരാധിക്കുവാനായിട്ട് വഴി തുറക്കുന്നു. പ്രിയരെ, ഞാൻ ഉള്ളു തുറന്ന് ആ ചെടിയിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു.
കർത്താവിന്റെ വചനത്തില് കർത്താവെ ഉളവാകട്ടെ എന്ന് കൽപ്പിച്ച അവിടുത്തെ തിരുവചനം, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ ഇത് അതിന്മേൽ ഉളവായെങ്കിൽ അതേ തിരുവെഴുത്ത് തന്നെ, അതേ ആഗ്രഹത്തോട് തന്നെ, അതേ നാമത്തിൽ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇതിനുള്ള സകല പൈശാചിക ബന്ധനങ്ങളും അഴിഞ്ഞു മാറിയിട്ട് ഇത് പൂവിടുമാറാകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ അത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ അത് ഇടുവാൻ ആരും സമ്മതിക്കത്തില്ല. അവരെല്ലാം മാറി നിൽക്കുക, അവരെല്ലാം എൻ്റെ അടുത്ത് വരുന്നില്ല. ഇതെന്തോ ഭയങ്കര ഞാൻ ബോംബ് പിടിച്ച് വെക്കുന്ന പോലെയാണ് അവരെല്ലാം ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിത് എവിടെ ഇടുന്നെന്ന് അറിയാൻ പറ്റില്ല. അങ്ങോട്ട് പോകുമ്പോൾ അവരെല്ലാം മാറിപ്പോകുന്നു. ഞാൻ പിന്നെ അത് എൻ്റെ പോക്കറ്റിൽ കരുതി. അപ്പൊ പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എനിക്ക് അർജന്റായിട്ട് പോകേണ്ട സ്ഥലമുണ്ട്, അതുകൊണ്ട് പാസ്റ്റർ നടന്നു പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ തൊട്ട് നടന്നപ്പോ റൂം വരെ ഈ സാധനം പോക്കറ്റിൽ വെച്ചു. എന്നിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കർത്താവിന്റെ നാമത്തിൽ ഇതേ സ്ഥലത്തു തന്നെ കർത്താവ് ആത്മാക്കളെ നൽകും. എന്തിന്? ആരാധിക്കുവാൻ. ആത്മാക്കളെ ദൈവം വിടിവിക്കും. ഈ ജനത്തിന്റെ അവരുടെ മന്ദത മാറ്റും. അവരുടെ ബുദ്ധിയെ ദൈവം തുറക്കും. സത്യദൈവത്തെ ആരാധിക്കും. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതും. ഈ ഗ്രാമം കർത്താവിന് വേണ്ടി ഉണർത്തപ്പെടും. കർത്താവിന് വേണ്ടി ഈ ഗ്രാമത്തില് നിരവധി പേര് പാപത്തിൽ നിന്ന് വേർതിരിയും, മദ്യപാനത്തിൽ നിന്ന് വേർതിരിയും. അവിടെ എല്ലാം ഒത്തിരി പേര് മദ്യപിക്കുന്നുണ്ട്. മദ്യപാനത്തിൽ നിന്ന് വേർതിരിയും, സമാധാന ജീവിതം അവർക്ക് കിട്ടും. ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അവരനുഭവിക്കും എന്ന് ഞാൻ ആ ഗ്രാമത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ച നടന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതെടുത്തിട്ട് തുറന്നു നോക്കി, എല്ലാം തുറന്നെല്ലാം നോക്കി കഴിഞ്ഞിട്ട് ഞാൻ അത് അവിടുത്തെ മാറ്റിയിട്ട് അതങ്ങ് ബേൺ ചെയ്തു. ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ കർത്താവിൽ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ വചനത്തിൽ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടക്കുകയില്ല. അത് ഡിനോമിനേഷൻ പറഞ്ഞതുമല്ല, രാഷ്ട്രീയക്കാർ പറഞ്ഞതുമല്ല, പഞ്ചായത്തോ പ്രസിഡന്റോ ആരും പറഞ്ഞതല്ല, സർവശക്തനായ കർത്താവ് പറഞ്ഞ വചനമാണ്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടക്കുകയില്ല. കർത്താവിന്റെ കൃപയാല് അവിടെ എനിക്ക് പിറ്റേ ആഴ്ച മുതല് ദൈവം ആരാധനയ്ക്ക് സമയം വേർതിരിച്ചു. ചിലര് ഹിന്ദു ജീവിതത്തിൽ നിന്ന് ചിലര് രക്ഷയിലേക്ക് കടന്നു. അവർക്ക് സത്യം മനസ്സിലായി. ചില ഈവിൾ പ്രോസസ്സുകൾ കർത്താവ് അവരെ സൗഖ്യമാക്കി. ജനത്തിന് മനസ്സിലായി, ജനം പിടിപ്പിക്കപ്പെട്ടു. ചിലരെ സ്ഥാനപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. അവിടുന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കർത്താവ് അതിനെ ഡെവലപ്പ് ചെയ്ത സമയത്താണ് എൻ്റെ മാരേജിന്റെ. അപ്പോൾ എനിക്ക് പഞ്ചാബിൽ നിന്ന് ഒരു കോള് വന്നു, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 11 ദിവസം ഉപവാസം എല്ലാം കഴിഞ്ഞ് അവിടെ പഞ്ചാബിൽ പോകുന്ന സമയത്ത് പഞ്ചാബിലെ കർത്താവ് ചില കാര്യങ്ങൾ മിറക്കിളായിട്ട് കർത്താവ് ചെയ്തത്. ആ സമയത്ത് ഒത്തിരി മീറ്റിങ്ങുകൾ എനിക്ക് ക്രമീകരിക്കണേ ഒത്തിരി മീറ്റിങ്ങുകൾ എനിക്ക് ദൈവം ക്രമീകരിച്ചു. അതിലൊരു ഓഡിറ്റോറിയത്തിലെ മീറ്റിങ്ങില് 2ാമത്തെ ദിവസമാണ് ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. എന്റെ ഹൃദയത്തിന്റെ അന്തരാത്മാവിൽ മനസ്സിലായി, ഇതാകുന്നു എനിക്ക് വേണ്ടി ദൈവം വേർതിരിച്ചെന്ന്. പക്ഷെ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഒത്തിരി വെളിപ്പെട്ടത് കൊണ്ട് എനിക്ക് ഈ പാസേഴ്സ് കൊണ്ട് ഇതൊന്ന് പറയാനായിട്ട് മടിയുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് തമിഴ്നാട്ടിലോട്ട് മടങ്ങി വരുന്ന സമയത്ത് ട്രെയിനിലിരിക്കുന്ന, അവിടെ ചണ്ഡീഗഡിൽ ട്രെയിനിലിരിക്കുന്ന സമയത്ത് എന്നെ ക്ഷണിച്ച കർത്തദാസനോട് പറഞ്ഞു, ഒരു പെൺകുട്ടിയെ അതിന് എനിക്ക് വിവാഹം ദൈവം ചെയ്തു തരുമെന്നുള്ള ഒരു ഉറപ്പ്, ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഷെയർ. അദ്ദേഹം ചോദിച്ചു, പേരെന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ. ചർച്ച് എന്താണ്? അതും എനിക്ക് അറിഞ്ഞൂടാ. അതിന്റെ ഏത് ചർച്ചിന്റെ അതിന്റെ പാസ്റ്റർ അതും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെളുത്ത പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഈ പഞ്ചാബീസ് എല്ലാം വെളുത്ത് തന്നെയാണ്. ഒന്ന് പാസ്റ്ററെ, എനിക്ക് ഓൾറെഡി തലവേദന അങ്ങേറ്റമുണ്ട്, അതുകൊണ്ട് പാസ്റ്റർ മടങ്ങി പോകാൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഈ മിനിസ്ട്രി ചെയ്ത സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എടുത്ത ഒരു 4 റോള് ഫിലിം ഉണ്ടായിരുന്നു. അന്ന് ഈ ക്യാമറയിൽ ഫിലിം ഇട്ടുള്ള അപ്പോ അത് 4 റോള്. എൻ്റെ കയ്യിൽ സാമ്പത്തികം വളരെ കുറവായിരുന്നു. ഉണ്ടായിരുന്ന സാമ്പത്തികം കൊണ്ട് ഞാൻ അത് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ അതിലില്ല. എന്നാൽ പെൺകുട്ടി പകുതി ഭാഗം കാണാൻ. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഇതിന്റെ ഓർമ്മ വരുവാൻ. എനിക്ക് അടിമാലിയിലെ പ്രിൻസ് എന്ന് പേരുള്ള ഒരു നല്ല കർത്താവിൻ ദാസനുണ്ട്, നല്ല അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ ദാസൻ. ഞാൻ വളരെ കോപ്പറേറ്റീവാണ്, എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ് അത്. ഈ പ്രിൻസ് പാസ്റ്ററോട് ഞാൻ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെയുണ്ട്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ദൈവഹിതമാണെങ്കിൽ അങ്ങ് ഫോർവേഡ് ചെയ്യുക, അവരോട് വിളിച്ച് സംസാരിക്കുക എന്ന് അറിയിക്കടയെ തന്നു. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു.
ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മധ്യപ്രദേശിൽ ഒരു 3 ദിവസത്തെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. തോമസ് സാറിന്റെ കർത്താവിന്റെ ദാസൻ ഷിബു മുത്തോട്ടനാണ് അതിന്റെ ക്രമീകരണം ഒരുക്കിയത്. അപ്പോൾ അവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് അവരെന്നെ ക്ഷണിക്കപ്പെട്ട് അവിടേക്ക് പോകുന്ന സമയത്ത് ദൈവത്തോട് ഉടമ്പടി ചെയ്തു. കർത്താവെ, ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഈ 3 ദിവസത്തെ മീറ്റിങ്ങിൽ എപ്പോഴെങ്കിലും അവരെന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം, എന്നെ ഒന്ന് അറിയിക്കണമേ, ഇതാകുന്നു എന്നൊന്ന് അറിയിക്കണമേ എന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്യട്ടെ. അങ്ങനെ ഞാൻ ആ മീറ്റിംഗ് 2ാമത്തെ ദിവസം തന്നെ എന്നെ ഈ ബില്ലി പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ ആ പെൺകുട്ടിയുടെ സഹോദരനും പെൺകുട്ടിയും ഇവിടെ പാസ്റ്റർ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ മേൽ ഒത്തിരി പ്രവചനങ്ങൾ ഉണ്ട്. ആ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ വന്നത്. അവരത് ഡയറിയിലൊക്കെ എഴുതിയിരുന്നതാണ്. അങ്ങനെ ആ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരവിടെ വന്നു. അങ്ങനെ എന്നെ ഈ ബിനി പാസ്റ്റർ തിരിച്ചു വിളിക്കുകയും ഞങ്ങളെ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പ്രിയ തോമസ് സാറ് എനിക്ക് ഒരു ടിക്കറ്റ് എടുത്തു തന്ന് ഞാൻ ആദ്യമായിട്ട് അവിടെ മധ്യപ്രദേശിൽ നിന്ന് നേരെ പഞ്ചാബില് ചണ്ഡീഗഡിൽ എത്തിച്ചേർന്നു. അവിടെ എന്റെ എൻഗേജ്മെന്റിനാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ സഹധർമ്മിണിയോട് സംസാരിക്കാനായിട്ട് 6 പാസ്റ്റേഴ്സിനോടും അവരുടെ ഭാര്യമാരും ചേർന്ന് സംസാരിക്കാനായിട്ട് എത്തുന്നു. ഞങ്ങളുടെ വിഷൻസ് പരസ്പരം കൈമാറി കർത്താവിന്റെ സന്നിധിയിൽ ഏകദേശം സിമിലർ ആയി കഴിഞ്ഞപ്പോൾ തീരുമാനമെടുത്തു. എന്റെ പിതാവിനോടും മാതാവിനോടും സംസാരിച്ച സമയത്ത് അവർ, മോനെ, നീയാണ് ജീവിക്കേണ്ടത്, അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് നിനക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അത് നീ ഫോർവേഡ് ചെയ്തോളാൻ അവരുടെ പെർമിഷൻ എനിക്ക് ലഭിച്ചു. അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എനിക്കുണ്ടായി. അങ്ങനെ 2010 നവംബർ മാസം 16-ാം തീയതി, അതൊരു ചൊവ്വാഴ്ചയാണ്. ഞാൻ ഇവിടെ ഒന്ന് പൗസ് ചെയ്ത് പറയുന്നു, പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ വിവാഹങ്ങളൊന്നും ചൊവ്വാഴ്ച നടത്താറില്ല. എന്റെ ചെറുപ്പം മുതലേ ഓർമ്മ വന്ന അന്ന് മുതലേ ഒരു കർത്താവില് ആയിക്കഴിഞ്ഞ അന്ന് മുതലേ ഒരു പ്രാർത്ഥനയായിരുന്നു, ചൊവ്വാഴ്ച ദിവസം എന്റെ വിവാഹം വേണമെന്ന്. കാരണം കർത്താവിന്റെ വചനം ദിവസങ്ങളോ കാലങ്ങളോ സമയങ്ങളോ ഒന്നും ദൈവവചനത്തിന് പ്രാധാന്യത കൽപ്പിക്കും. മാസങ്ങൾക്ക് പ്രാധാന്യത കൽപ്പിക്കുന്നില്ല, ദിവസങ്ങൾക്ക് പ്രാധാന്യത കൽപ്പിക്കും. കർത്താവിന്റെ ദിവസത്തിൽ റിജോയ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഓൾവേസ് എന്ന് പറയുന്നു. എല്ലാ സമയത്തും ദൈവത്തിൽ ആനന്ദിപ്പിൻ, ദൈവത്തിൽ സന്തോഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കാൻ നിങ്ങൾക്ക് അറിയാം, 2010 നവംബർ മാസം 16-ാം തീയതി, അത് ചൊവ്വാഴ്ചയാണ്, ചണ്ഡീഗഡില് വളരെ പ്രാർത്ഥനയോടും വളരെ അധികം ശ്രേഷ്ഠമായിട്ട് കഠിനാധ്വാനത്തോടു കൂടി അവിടെ ഒരു പറ്റം പാസ്റ്റേഴ്സ് ചേർന്ന്, അവരുടെ ബന്ധുമിത്രാദികൾ ചേർന്ന്, എന്റെ ഭവനത്തിൽ നിന്ന് മാതാവും പിതാവും സഹോദരനും കുടുംബവും പാസ്റ്റേഴ്സും കൂടെ ചേർന്ന് അവിടെ വിവാഹം നടക്കുവാനായിട്ട് കർത്താവിന് കൃപ തോന്നി, കരുണ തോന്നി. ആ വിവാഹം നടത്തിയത് ശ്രേഷ്ഠനായ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് ചാക്കോ എന്ന് പറയുന്ന സാറാണ്. ഈ ജെയിംസ് ചാക്കോ സാറായിരുന്നു അന്ന് വിശാഖപട്ടണത്ത് എന്റെ പ്രിൻസിപ്പൾ ആയിട്ടിരുന്നത്. ഞാനിവിടെ നിങ്ങളോട് പറയുന്ന ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് ദൈവിക പദ്ധതി അതിന്റെ പിന്നിലുണ്ട് എന്ന് ക്രിസ്തുയേശുവിൽ ജീവിക്കുന്നവര് വിശ്വസിക്കണം. ക്രിസ്തുയേശുവിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിന്മേൽ ഒരു ദൈവിക പദ്ധതി ഉണ്ട്. ആ നെറ്റ്വർക്ക് നമുക്ക് മനസ്സിലാകത്തില്ല. ആ നെറ്റ്വർക്കിലൂടെ കടത്തിവിടുന്ന കർത്താവാണ് ഇതിന്റെ ഡയറക്ടർ. കർത്താവ് കാലവർഷങ്ങൾക്ക് ശേഷം അതെല്ലാം അതിന്റെ ഏറ്റവും ചന്തോചിതമായിട്ട്, ഏറ്റവും ബെറ്റർ ആയിട്ട് കർത്താവ് അത് ചെയ്തെടുക്കും. വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച എൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്ന ഈ ജെയിംസ് ചാക്കോ സാറാണ് ചില വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വിവാഹം നടത്തുവാനായിട്ട് കർത്താവ് അതിന്റെ നേതൃത്വം നൽകി പ്രാർത്ഥിച്ച് ആ ചടങ്ങ് നടത്തുവാനായിട്ട്, ആ പ്രാർത്ഥന നടത്തുവാനായിട്ട് അദ്ദേഹത്തെ ഉപയോഗിച്ച്. അതിനാൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞങ്ങളുടെ ശുശ്രൂഷകള് കർത്താവ് നടത്തി. അടിമാലിയിൽ കടന്നു വന്നു. ആദ്യം ഒത്തിരി പ്രോബ്ലങ്ങള് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ വൈഫ്, എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന് മലയാളം അറിഞ്ഞുകൂടാ, അതുപോലെ തന്നെ അദ്ദേഹം വെജായിരുന്നു, ഞാൻ നോൺ വെജ്. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് എൻ്റെ ഭവനത്തിലുണ്ടായി, എൻ്റെ ജീവിതത്തിലുണ്ടായി. ഒത്തിരി തിരമാലകള് ആഞ്ഞടിച്ചു. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒത്തിരി വേദനപ്പെട്ടു. ഒരു സെപ്പറേഷന്റെ രീതി വരെ ശത്രുവായവന് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ
അവിടെയെല്ലാം നിലനിർത്തുവാനായിട്ട് കർത്താവിന് കൃപ തോന്നിയ ദൈവത്തിന്റെ വിശ്വസ്ത. ഒന്ന് ഞാനിവിടെ പറയുന്നു, കുടുംബജീവിതത്തില് ദൈവം എന്നെ പഠിപ്പിച്ചതെന്ന് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം, ഒരു മെസ്സേജ് ഞാനിവിടെ കൈമാറുവാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ നിരവധി പേരോട് എന്റെ കംപ്ലൈന്റ്സ് പറയുമായിരുന്നു. ഒത്തിരി പേരെ ഞാൻ അസ്വസ്ഥതപ്പെടുത്തി എന്റെ ഭവനത്തിന്റെ ക്രമീകരണത്തിന് വേണ്ടിയിട്ട് എനിക്ക് നടത്തി തന്ന പല ദൈവദാസന്മാരെ ഞാൻ കുറ്റപ്പെടുത്തുവാനിടയെ തീർന്നു. ഒത്തിരി അസമാധാനം എന്റെ ജീവിതത്തിൽ ഉണ്ടായ സമയത്ത് അവിടെ കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു സന്ദേശമാണ്, ഞാൻ എന്ത് നിനക്ക് നൽകിയോ അത് എന്ന് നിന്റെ ഹൃദയത്തിൽ നല്ലത് എന്ന് ബോധ്യം വരുന്നുവോ അന്ന് മുതൽ അതിന്റെ മഹത്വം നീ അനുഭവിക്കാൻ തുടങ്ങി. അന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് ദൈവം തന്ന ദാനമാണ്, ദൈവം തന്ന പാർട്ട്ണറാണ് എൻ്റെ ഭാര്യ എന്നുള്ള ബോധ്യം. ദൈവം തന്നതിനെ ചേർത്ത് നിർത്തുവാനുള്ള സമർപ്പണം എനിക്കുണ്ടായി. എൻ്റെ ദൈവം തന്നതിൻ്റെ കുറവുകൾക്ക് അത് കർത്താവ് എന്നെ കൊണ്ടാണ് പരിഹാരം നൽകുവാൻ പറ്റൂ എന്നുള്ള ബോധ്യം. എൻ്റെ വൈഫിനും അതുപോലെ തന്നെ അതേ ബോധ്യം ദൈവം രേഖപ്പെടുത്തി. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് നൽകി. കർത്താവ് നൽകുന്ന സ്ഥലങ്ങളിൽ അവിടങ്ങളിലായി സാക്ഷിയായി തീരുവാൻ, കർത്താവ് ശുശ്രൂഷിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി. ഈ ക്രിസ്തീയ ജീവിതത്തില് നിരവധി പേര് വാഗ്ദത്തങ്ങളുമായിട്ട് കടന്നു വന്നു. ആ വാഗ്ദത്തങ്ങൾ പലതും നിറവേറി, പലതും നിറവേറാതെ പോയിട്ടുണ്ട്. പലതും നമുക്ക് വേദനപ്പെടുത്തുന്ന മുറിവുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്തീയ മണ്ഡലത്തിൽ നിന്ന് തകർന്നു പോകേണ്ടതായിട്ടുള്ള പല കാറ്റുകളും മുഖത്തോട് മുഖം വന്ന് ആഞ്ഞടിച്ചപ്പോഴും അവിടെയെല്ലാം നിർത്തിയത് ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രം, കർത്താവിന്റെ സ്നേഹം ഒന്ന് മാത്രമാണ്. അത് കാരണം ഒന്ന് ദൈവം മനസ്സിലാക്കി തന്നു, ഈ ലോകത്തിലുള്ളത് ഒന്നും ശാശ്വതമല്ല. ശാശ്വതമായത് ഒന്നുണ്ടെങ്കിൽ നിത്യലോകം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ കരുതുന്നത് നിത്യതയ്ക്ക് വേണ്ടി കരുതുക. നീ ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി സ്നേഹിക്കുക. നീ ആർക്കെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ ആർക്കെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ യേശുവിന്റെ നിത്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ബോധ്യവും സമർപ്പണവും കർത്താവ് നൽകിയത് കൊണ്ട് ഈ ലോകത്തിൽ വരുന്ന ഒരു കാറ്റിനെയും അത് കാര്യമാക്കുവാനായിട്ട് കർത്താവ് എനിക്കിപ്പോ അനുവദിക്കുന്നില്ല. അതുപോലെ കർത്താവ് എന്നെ ശീലിപ്പിച്ചു. എന്റെ ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളും ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും, ആരെല്ലാം മാറ്റി നിർത്തിയാലും അതിനൊന്നും വേദനപ്പെടാതെ അതിൽ നിന്ന് അതിജീവിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനുള്ള ഉൾക്കരുത്ത് തരുവാനായിട്ട് ദൈവത്തിന് കൃപ തോന്നി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മനുഷ്യസ്നേഹിത, താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, താങ്കൾ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരിക്കാം, താങ്കൾ ഒരു ക്രിസ്തീയ സമുദായത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിരിക്കാം, അതല്ല താങ്കൾ ഒരു ഹിന്ദു സമുദായത്തിൽ ജനിച്ചു വളർന്ന് അതിന്റെ വാക്തത്വങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ല താങ്കൾ ഒരു ജൈന മതത്തിൽ നിന്നോ ഒരു സിഖ് മതത്തിൽ നിന്നോ, താങ്കൾ ഏത് മതത്തിൽ നിന്നോ, ഏത് ഭാഷയിലോ, ഏത് ജാതിയിലോ, ഏത് വർഗത്തിലോ, ഏത് അടിസ്ഥാനത്തിലോ, ഏത് ബിലീഫ്സിലോ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. ഒന്ന് ഞാൻ പറയുന്നു, ലോക ചരിത്രത്തെ 2ആയി പിളർന്നുകൊണ്ട് അവതരിച്ച ഒരു രക്ഷകൻ ഉണ്ടെങ്കിൽ അത് ഏക രക്ഷിതാവ് ദൈവമായ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക രക്ഷിതാവ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സത്യം തന്നെയാണ്. കാരണം താങ്കളെ ഏതു രാഷ്ട്രത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും, ഏത് ഭാഷയിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും, താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഒരു സംഭവം പൂരിപ്പിക്കേണ്ട ഒരു പേജ് എപ്പോഴും ഉണ്ടായിരിക്കും. ആ പേജിൽ അത് എവിടുന്ന് കണ്ടുപിടിച്ചു എന്നുള്ള ഹിസ്റ്ററി താങ്കൾക്ക് തുടച്ചു നീക്കുവാൻ പറ്റത്തില്ല. കർത്താവായ യേശു ക്രിസ്തു അത് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരും എന്ന് പറഞ്ഞ താങ്കളുടെ ഈ ലോകത്തിൽ നേടിയ സകലത്തിനേക്കാളും വിലമതിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മാവ് താങ്കൾക്കുണ്ട് എന്നുള്ള ബോധ്യം ഈ സാക്ഷ്യത്തിലൂടെ താങ്കൾക്ക് അത് അനിവാര്യമായിരിക്കണം. താങ്കൾ അത് മനസ്സിലാക്കിയിരിക്കണം. താങ്കളുടെ ആത്മാവാണ് ഏറ്റവും വിലപ്പെട്ടതെന്നുള്ള ബോധ്യം താങ്കൾക്കുണ്ടാകുമാറാകണം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാണ്. വളരെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ പറയുന്നു, എനിക്ക് ബോധ്യപ്പെട്ട ഒരു വസ്തുതയുണ്ട്. ഞാൻ പരസ്യയോഗങ്ങൾ നടത്തുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ പരസ്യയോഗങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. പരസ്യയോഗങ്ങൾ നടത്തുന്നത് മദ്യപാനത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ളതാണ്. അത് നമ്മൾ പറയുമ്പോൾ സമൂഹത്തോടെ പറയുന്നത്, ഒരു സഭയിൽ പറയുന്നത് പോലെയല്ല, സഭയിലെ വിശ്വാസികളോട് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരെ മദ്യപാനത്തിൽ വിടിവിക്കുവാൻ വേണ്ടി, പുകവലിയിൽ നിന്ന് വിടിവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമാറാകണമേ എന്ന് വളരെ വിനയത്തോടെ എന്നെ കേൾക്കുന്ന കർത്താവിൽ വിശ്വസ്തരായവരോട് ഞാൻ അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവിൽ താങ്കൾ ഇതുവരെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ചേർത്ത് എൻ്റെ ഈ ചെറിയ സാക്ഷ്യം
വൈൻഡപ്പ് ചെയ്യാൻ കർത്താവിൽ സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉപയോഗിച്ച ഒരു ഷർട്ട്, പച്ച കളർ, ഗ്രീൻ കളർ ഷർട്ട് ഉണ്ടായിരുന്നു. ആ ഷർട്ട് എനിക്കൊരു ഡോക്ടർ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഡോക്ടർ എനിക്ക് ദാനമായിട്ട് നൽകിയതാണ്. അദ്ദേഹം പറഞ്ഞ ഒന്നുണ്ട്, എന്റെ പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷർട്ടാണ് ഈ ഷർട്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പിതാവിന്റെ ഷർട്ട്, അതായത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നല്ല അനുഗ്രഹിക്കുന്ന ഷർട്ട്, ആ ഷർട്ട് എനിക്ക് ദാനമായി നൽകി വളരെ ഗിഫ്റ്റ് തരുന്നവർ തന്നു. ഞാൻ അത് ഗിഫ്റ്റ് സ്വീകരിച്ചു. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ അല്പം ഇറക്കം കുറവുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പിതാവ് 2 വർഷം മുമ്പ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടതാണ്. ഞാൻ ആ ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ പരിശോധന നടത്തിയിട്ടുണ്ട്. അത് പറയുമ്പോൾ ഒന്നുണ്ട്, അന്ന് അദ്ദേഹത്തിൻ്റെതായിരുന്ന ഷർട്ട് ഇന്ന് ഞാൻ ഇടുന്നു. ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമേ. ഇന്ന് നാം ഇരിക്കുന്ന ചെയറിൽ നാളെ മറ്റൊരു ഇരിക്കും. ഇന്ന് നാം ഉപയോഗിക്കുന്ന ഭവനം, അതിൽ മറ്റൊരാൾ പാർക്കും. ഇന്ന് നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നമ്മുടെ കാലശേഷം മറ്റൊരാൾ ഉപയോഗിക്കും. ഇന്ന് നാം ഇരിക്കുന്ന പൊസിഷനിൽ മറ്റൊരാൾ കയറി വരും. നമ്മൾ ഈ ലോകത്തിൽ സീസൺ ബേർഡ്സ് ആണ്. ഒരു സീസണിൽ വന്നു, മറ്റൊരു സീസണിൽ മടങ്ങിപ്പോകും. ആയതിനാൽ നമ്മൾക്ക് എന്നും ശാശ്വതമായി നിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ നിത്യ ആത്മാവ്. ഈ ആത്മാവിന് വേണ്ടി നമുക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ആത്മാവിനെ നമ്മുടെ ശരീരത്തിന്റെ ഭാവത്തിൽ നിന്ന് വേർതിരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഷ്കളങ്കമായ കർത്താവിന്റെ രക്തത്താൽ കഴുകി നമ്മുടെ ആത്മാവിന് വിശുദ്ധി വരുത്തി ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് മരണം നിശ്ചയം. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യനും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആയതിനാല് പ്രിയ സഹോദരങ്ങളെ, ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്രാപിക്കുവാനായിട്ട്, ഈ ന്യായവിധിയിൽ നിന്ന് നാം രക്ഷപ്രാപിച്ച് യേശുവിനോട് പാർക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് ആഹ്വാനം ചെയ്യുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഈ സാക്ഷ്യം വളരെ പ്രാർത്ഥനയോടെ ശ്രവിച്ച നിങ്ങളെയും നിങ്ങളുടെ തലമുറയും സർവകൃപാലുവാകുന്ന കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് പുതിയ വഴികളെ നിങ്ങൾക്ക് വേണ്ടി തുറക്കട്ടെ. ദൈവം നിങ്ങള് വലിയ വലിയ ഉന്നതങ്ങളിലേക്ക് ദൈവസ്നേഹത്തിൽ നയിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഇതിനു വേണ്ടി സമയം വേർതിരിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വളരെ പ്രാർത്ഥനാപൂർവം വേർതിരിച്ചതെന്ന കർത്താവിന്റെ ദാസെ സിസ്റ്റർ ബീന അവറുകൾക്കും അതിന്റെ നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു പ്രാവശ്യം കൂടെ നന്ദി രേഖപ്പെടുത്തുന്നതിന് മുഖാന്തരം ഒരുക്കിയ സേസ ആന്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. താങ്ക് യു പാസ്റ്ററെ. എത്രമാത്രം ദൈവത്തിന് നന്ദി പറയണമെന്നറിയത്തില്ല. അത്രമാത്രം ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയത്തക്ക രീതിയിലുള്ള അനുഭവ സാക്ഷ്യങ്ങൾ. ഞാൻ ആദ്യം ചിന്തിച്ച ഒരു ഭാഗം ഇതാണ്, എന്റെ മാതാപിതാക്കളുടെ സ്വപ്നം ഞാൻ തകർക്കുമോ? അതെ, സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം തകർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ന് വരെ ശക്തമായി കർത്താവ് കരകൾ വഹിച്ചെങ്കിൽ ഭൂമിയിലെ മാതാപിതാക്കൾക്ക് അഭിമാനവും സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന് ഒരു അഭിമാനവുമാക്കി തീർത്ത കർത്തദാസനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ സമയക്കാലം ഞങ്ങളോടൊത്ത് ഇത്രയും സമയം വേർതിരിച്ച് ആമേൻ തന്റെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നൽകി തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തദാസനെ കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാൾ വരെയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ശക്തമായി ഇനിയും സ്വർഗീയ പിതാവിന്റെ കരങ്ങളിൽ വഹിക്കേണ്ടതിനായിട്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ അഭിഷിക്തനെ ബലപ്പെടുത്തിക്കൊള്ളണമേ. അങ്ങയുടെ മുന്നിൽ തോപ്പിൽ അധ്വാനിപ്പാൻ കർത്തൃകൃപ നൽകി അനുഗ്രഹിച്ചാട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒത്തുചേർന്ന് ഞങ്ങളുടെ അഭിഷിക്തനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സകല നൽവരങ്ങളാൽ നിറച്ച് തുടർന്ന് കരങ്ങളിൽ ഉപയോഗിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ.